കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. 1 തിമോത്തിയോസ് 4:16. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിച്ചു. ഉറച്ചു വായിക്കും, കേൾക്കട്ടെ എല്ലാവരും. ഇന്ന് എബ്രാം ദിവസങ്ങളിന് വേണ്ടത്ര ശാരീരിക സൗഖ്യമില്ലാത്തതിനാൽ ഈ ക്ലാസ് എടുക്കേണ്ടി വരും എന്ന് രാവിലെ എന്നോട് പറയുകയുണ്ടായി. അതനുസരിച്ച് ഞാനിങ്ങനെ പല കാര്യങ്ങൾ മനസ്സിലാലോചിച്ചെങ്കിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്കാണ് ഈ വാക്യം അല്ലെ ഈ വേദഭാഗം വായിക്കുവാനായിട്ട് ഇടയാക്കുന്നത്. വാച്ച് യുവർ ലൈഫ് ആൻഡ് ഡോക്ട്രിൻ. നമ്മുടെ തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളണം, അല്ലെങ്കിൽ പിടിച്ചുകൊള്ളണം. നിന്നെ തന്നെ സൂക്ഷിക്കണം. നമ്മൾ പലരോടും ഉപദേശം പറയാറുള്ള ഒരു കാര്യമാണ് അല്ലേ. പ്രത്യേകിച്ച് ഇച്ചിരി അപകടം പിടിച്ച സ്ഥലത്ത് അല്ലെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലൊക്കെ പോകുന്ന ആൾക്കാരോട് നമ്മൾ പറയും, അവനവനെ സൂക്ഷിച്ചോണം, അപകടമുണ്ട്, അത് പ്രശ്നമാണ് എന്ന് പറയും. ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ് തൻ്റെ നിജപുത്രനായ പ്രിയ മകനായ തിമോത്തിയോസിനോട് പറയുകയാണ്, നിന്നെ സൂക്ഷിക്കണം, ഒപ്പം ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളണം. ഈ നാളുകളിലൊക്കെ പ്രത്യേകിച്ച് വിശ്വാസികളായ ദൈവമക്കളായ ആൾക്കാർ പോലും പലരും പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട്, ജീവിതമാണ് പ്രധാനം, ഉപദേശം കൊണ്ട് ഒരു കാര്യമില്ല. കാരണം അങ്ങനെ പറയാനായിട്ടല്ല, ആ നിലയിലേക്ക് ആൾക്കാരെ ചിന്തിപ്പിക്കാനുള്ള വിഷയം ഈ നല്ല ഉപദേശമുണ്ട്, പിന്നെ നല്ല കൂട്ടായ്മ ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ഇതൊന്നും കാണിക്കുന്നില്ല. ഇതൊന്നും കാണിക്കുന്നില്ലെന്നല്ല, അതിനേക്കാളും നേരെ പരസ്പര വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക്, ഓപ്പോസിറ്റ് എൻഡിലേക്ക്, അതായത് ഒരിക്കലും ഒരു വിശ്വാസി എന്ന് പേർ ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പാടില്ലാത്ത അല്ലെ ചിന്തിക്കാൻ പാടില്ലാത്തതായ പല കാര്യങ്ങളും അല്ലെ പല ജീവിത രീതികളും ജീവിതത്തിൽ ഏറ്റെടുത്ത് അങ്ങനത്തെ ഒരു പോക്ക് എന്ന് പറഞ്ഞാൽ വഴി വിട്ടുള്ളൊരു സഞ്ചാരം, അബദ്ധ സഞ്ചാരം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടാണ് അവിശ്വാസികളെ പോലെ ആയിട്ടുള്ള ആൾക്കാരും അവരെക്കാളും തരം താഴ്ന്ന നിലയിലേക്ക് ഈ ആൾക്കാർ മാറുന്നത് കണ്ടിട്ട് പലരും പറയാണ്, ഈ ഉപദേശം കൊണ്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ ജീവിതമാണ് വേണ്ടത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ലെങ്കിൽ ഇപ്പം ഇവിടെ നമ്മൾ വാക്യം വായിച്ചു, അതല്ല ഞാൻ പറയാ, എന്നാലും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ് ഒന്ന് പറഞ്ഞേ. രണ്ടും വേണം, അതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണ്? ഈ ഉപദേശമൊന്നും പുറത്താരും കാണുന്നില്ല, പക്ഷെ നമ്മളെ വാച്ച് ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് ചത്താന്ന് വേറെ വാക്യമുണ്ട്, അപ്പൊ അവിടെയും നമുക്ക് ഒരു ഉത്തരവുണ്ട്. അപ്പോൾ ജീവിതമാണ് വളരെ പ്രധാനപ്പെട്ടത്, ജീവിതമാണ് പ്രധാനം. ഇത് ഉപദേശം കൊണ്ടൊന്നും വലിയ കാര്യമില്ല. ഉപദേശം ആർക്കും ഉപദേശിക്കാൻ പറ്റും അല്ലേ. നമ്മൾ പൊതുവെ ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആർക്കും ഉപദേശിക്കാൻ പറ്റും, പക്ഷെ ജീവിതമാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിതം ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം, അല്ല ഉപദേശം കൊണ്ട് വലിയ കാര്യമില്ല. അപ്പം ഇതൊരു കോമൺ കമൻ്റ് ആണ്, ഞാൻ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കാര്യം പറഞ്ഞത്. പക്ഷെ നമ്മുടെ കർത്താവിന് എന്താണ് പറയാനുള്ളത്? അതാണല്ലോ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക അവസാന വാക്കെന്ന് പറയുന്നത് അല്ലേ. അവസാന വാക്കെന്ന് പറയുന്നത് കർത്താവിന് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ്. കർത്താവിന് എന്താ ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ കർത്താവ് ജീവിതത്തിൽ അനുവർത്തിച്ച കാര്യത്തെക്കുറിച്ച് ലൂക്കോസ് എഴുതിയിരിക്കുകയാണ്, താൻ ചെയ്തും ഉപദേശിച്ചു. അതായത് താൻ ഉപദേശിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ ചെയ്യാനിടയായി തീർന്നു. വളരെ നല്ലൊരു മാതൃകയാണ്. മാത്രമല്ല ചെയ്തതിനെ കുറിച്ചെല്ലാം താൻ ഉപദേശിച്ചിട്ടും ഉണ്ടായിരുന്നു. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത് ഉപദേശിച്ചില്ല, ഉപദേശിച്ചതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കും. നല്ലൊരു സ്റ്റാൻഡേർഡ്, നല്ലൊരു ഉത്തരമാണ്. ഞാൻ ആ ഒരു ആംഗിളിൽ നിന്ന് മാറി കർത്താവ് ഉപദേശം എന്ന വിഷയത്തെക്കുറിച്ച് നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തന്നൊരു ഉപമയാണ്. അതേതാണെന്നറിയാം?
ഒന്ന് ആലോചിച്ച് നോക്കി. കിട്ടും, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ക്ലൂ. ഏത് ക്ലൂവിന്റെ കാര്യമാണ്? വീട് പണിയാണ്, വീട് പണി. പറഞ്ഞോ മതി. വീട് പണി ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഉപമ പറഞ്ഞിരിക്കുകയാണ്. രണ്ടുപേര് വീട് പണിതു. ഒരാള് ആഴത്തിൽ കുഴിച്ച് അടിസ്ഥാനം നന്നായിട്ട് കണ്ടിട്ട് പാറമേൽ വീട് പണിതു. അയാളെ കുറിച്ച് കർത്താവ് പറഞ്ഞ പാറമേൽ വീട് പണിത എങ്ങനെയുള്ള മനുഷ്യനാ? ബുദ്ധിയുള്ള മനുഷ്യൻ. രണ്ടാമത്തെ ആൾ എന്താ ചെയ്തേ? പുള്ളി ആദ്യം ഒന്നും കുഴിക്കാൻ പോയില്ല, കാരണം ആരും കാണുന്നില്ലല്ലോ. മേളിലോട്ടുള്ള ഭാഗമല്ലേ നമ്മൾ കാണുന്നുള്ളല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? 1-2-3 തൂമ്പ മാന്തി അങ്ങോട്ട് കല്ല് പെറുക്കി വെച്ചു. കല്ല് പെറുക്കി വെച്ചോന്ന് അറിയത്തില്ല. ഇനി വേഗം തന്നെ അങ്ങ് ഭിത്തി കെട്ടിപ്പോക്കി പണി നല്ല സ്പീഡിലുമായിരുന്നു. പണി നല്ല സ്പീഡിലായിരുന്നു. പെട്ടെന്ന് പണി തീർന്നു. പുറത്തൊക്കെ ഭിത്തിയൊക്കെ നല്ല പൊട്ടിയിട്ട് പെയിന്റൊക്കെ അടിച്ച് നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അങ്ങ് മിന്നിച്ചു. കണ്ടു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഇതാ നല്ലത്, കാരണം വിത്തിൻ ലിമിറ്റഡ് ടൈമിൽ ഇത് പണി തീർന്നു അല്ലേ? ഞാൻ അതിൻ്റെ ഭാവനയെന്ന് പറയുന്ന കേട്ടോ, അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല അവിടെ. എന്തായാലും ആൾക്കാരൊക്കെ നമ്മുടെ ഇയാൾ കൊള്ളാം, മനുഷ്യൻ പറഞ്ഞ് ഇവനാ ബുദ്ധിമാൻ, വെറുതെ അത്രയും സമയവും കളഞ്ഞ് ഈ വെറുതെ കുഴിച്ച് ഇതിൻ്റെ വല്ല കാര്യമുണ്ട്. പക്ഷേ നമ്മളവിടെ വായിക്കുന്ന എങ്ങനെയാണെന്നറിയോ? കാറ്റടിച്ചു, ആ വീടിന്മേലടിച്ചു. പാറമേൽ പണിത വീടിൻ്റെ മേൽ ഇത് അടിച്ചിട്ട് എന്താ സംഭവിച്ചേ? അതിനൊന്നും സംഭവിച്ചില്ല. അത് അവിടെ തന്നെ അങ്ങനെ തന്നെ നിന്നു. പക്ഷെ ഈ അടിസ്ഥാനമില്ലാത്ത ഈ മണലിന്മേൽ പടുന്ന വീടിന്മേൽ അടിച്ചു, അത് തകർന്നു പോയി. അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. ഇതാണ് ദൈവവചനം യഥാർത്ഥമായിട്ട് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ വാക്ക്, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ ഫൈനൽ വേർഡ്, അവസാന വാക്ക്. അപ്പോൾ ജീവിതത്തിൽ ഉപദേശത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഒരൊറ്റ കാര്യം മാത്രം. അതാണ് പ്രശ്നം. ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശം, അതാണ് എന്ത്? ഉപദേശം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുടുംബ ചോദ്യമൊക്കെ ചോദിക്കണമെങ്കിൽ അപ്പാപ്പയുടെ ഇടയ്ക്കിടയ്ക്ക് സമീപിച്ചാൽ മതി. അപ്പൊ ഇതാണ് ഇതിനകത്തെ വിഷയം. ആർക്കും ഇഷ്ടമില്ല, സത്യം. അതിനകത്തൊരു കാര്യമുണ്ട്. അത് വെറുതൊരു തമാശയല്ല. ഉപദേശിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന ആരെങ്കിലും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയും എനിക്ക് എല്ലാം താല്പര്യമാണ്, മൊത്തം ഈ ഉപദേശം ഉണ്ടല്ലോ അത് മാത്രം ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. വെറുതെ ഉപദേശിക്കരുത്. നമ്മൾ മൂപ്പന്മാരും അല്ലെ സഭയിലെ ചുമതലപ്പെട്ട ആൾക്കാരും ഒക്കെ വിശ്വാസികളോട് പറയുമ്പോൾ അവരും തന്നെ ഈ അതൊക്കെ പരിജ്ഞാനം ഉള്ളവരല്ലേ, ഇത് അതില്ലല്ലോ. അപ്പോൾ ഉപദേശിക്കാൻ മാത്രം തുനിയരുത്, ബാക്കി എന്ത് നമുക്ക് സഹിക്കാം. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ പ്രാധാന്യം ഇരിക്കുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനമാണ്. നമുക്ക് എന്ത് സംഗതിയും കെട്ടിപ്പൊക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ബേസ് അല്ലെ ഒരു ബേസ്മെന്റ് വേണം. അപ്പൊ അതാണ് എന്ത്? പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിന്റെ കാര്യത്തിൽ അതാണെന്ത്? ഉപദേശം എന്ന് പറയുന്നത്. ഇവിടെ ഈ 4 അധ്യായം വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെ പറഞ്ഞു തരുന്ന ഒരു വിഷയമാണ്. എന്താണ് ഈ ഉപദേശത്തിന്റെ പ്രാധാന്യം? അവിടെ ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വായിച്ച വാക്കിൽ തന്നെ, നീ നിന്നെ തന്നെയും ഉപദേശം സൂക്ഷിച്ചുകൊള്ളുക, അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നും, ആരാ ഈ തിമോത്തിയോസാണോ രക്ഷിക്കുന്നത്? കർത്താവല്ലേ രക്ഷിക്കണ്ടേ? അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? കർത്താവല്ലേ രക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? കർത്താവ് രക്ഷിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ കർത്താവിന്റെ രക്ഷയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ തക്കവണ്ണം എല്ലാവരെയും സൂക്ഷിക്കാനായിട്ട്, അല്ലെ അവരെയൊക്കെ അതിലേക്ക് നയിക്കുവാനായിട്ട് ആർക്കിടയായിത്തീരും? തിമോത്തിയോസിന് ഇടയായിത്തീരും. അല്ലെങ്കിൽ ഇങ്ങനെ അവനവനെയും ഉപദേശത്തെയും സൂക്ഷിക്കുന്നവന്, അതിനെ എന്താ പറയാ, വാച്ച് എന്ന് പറഞ്ഞാൽ അതിനെ ജാഗ്രതയോടെ പരിപാലിക്കുന്നവന്, കാവൽ നിൽക്കുന്നവന് അത് സാധിക്കും എന്നാണ് പറഞ്ഞതിന്റെ ആശയം. മതി, അത്ര കിടന്നു. ആ, 1 Corinthians 13 verse 1. 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 1 Corinthians 13
ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഈ 4-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് 1-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായത്തിന് 1-ാം വാക്യം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന ആത്മാവ് തെളിവായി പറയുന്നു. നമ്മൾ ആൾക്കാരോട് പറയുന്നതന്നെ നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരണം. വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു അനുഭവമുണ്ട് അല്ലെ? അതാണ് നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മളൊക്കെ അന്ധവിശ്വാസത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്നു. എന്നാൽ ഇതിന് വേറെ വിപരീതമായിട്ടുള്ളൊരു സംഭവം, വിശ്വാസത്തിൽ നിന്ന് പോവുക, അല്ലെങ്കിൽ ഇവിടെ അതിന് പറഞ്ഞിരിക്കുന്ന വാക്കാണ് വിശ്വാസം ത്യജിക്കുക. ഇംഗ്ലീഷിൽ അപ്പോസ്റ്റേസി എന്ന് പറയും. വിശ്വാസ ത്യാഗികൾ, അങ്ങനത്തെ ഒരു കൂട്ടര് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. ഇത് ഏറ്റവും വലിയൊരു അപകടമാണ്. ഇതിലേക്ക് നയിക്കപ്പെടുന്നത്, അല്ലെ ഇതിലേക്ക് നയിക്കുന്നത് എന്താ പറയുക, വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടം മൂലമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വഞ്ചനം മൂലമാണ് ഈ കാര്യത്തിലേക്ക് നയിക്കപ്പെടുന്നത്. നമുക്കറിയാം, ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ തെറ്റുകൾ മനുഷ്യന് സ്വാഭാവികമായിട്ട് സംഭവിക്കാം. അതിനുവെച്ചാൽ മനുഷ്യരാരും നമ്മളാരും പൂർണ്ണരല്ല, ജഡത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തെറ്റ് വരാം. പക്ഷേ ഈ വരുന്ന തെറ്റുകളിൽ ഭൂരിഭാഗവും, അല്ലെങ്കിൽ ഈ വിശ്വാസം ത്യജിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തെറ്റുകളിൽ ഭൂരിഭാഗവും പിശാച് അല്ലെ ഇങ്ങനത്തെ ആൾക്കാരിലൂടെ പ്രവർത്തിച്ച് ഈ കള്ള ദുരുപദേഷ്ടാക്കന്മാരിലൂടെ പ്രവർത്തിച്ച് വഴിതെറ്റിച്ചിട്ട് ആണ് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത വിധം മനുഷ്യരെ തെറ്റിച്ച് കളയുന്നത്. ത്യാഗം ചെയ്യുക, ത്യജിക്കുക എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ അവരെന്ത് ചെയ്തു, എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് കളയുന്നത്. അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള മലയാളമാണ്. ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. ഇന്ന് നമുക്കറിയാം, പല വിശ്വാസികളും അവരുടെ ജീവിതത്തിൽ ഈ പേരുകൊണ്ട് മാത്രമാണ് വിശ്വാസികൾ. ഞാൻ വളരെ ഭയത്തോടെയാണ് ഇത് പറയുന്നത്. കാരണം നമ്മളിവിടെ തമാശയും അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ പല ഇങ്ങനത്തെ കേസുകൾ കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വിശ്വാസം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയാണ് ഇതുകൊണ്ട് വലിയ കാര്യമില്ല. മനസ്സിലായോ? ഈ പറയുന്ന പഠിപ്പിക്കലുകൾ കൊണ്ട്, അല്ലെ ഈ പറയുന്ന ഈ പോക്ക് കൊണ്ട് വലിയ കാര്യമില്ല. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇത് തിമോത്തിയോസിനോട് ഈ സംസാരിച്ച് ലേഖനം എഴുതിയപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് ഭാവി കാലത്തെന്ന് പറഞ്ഞത് അപ്പോസ്തലൻ പറഞ്ഞ ആ സമയത്ത് തന്നെ ഇതുണ്ട്. പക്ഷെ ഇന്നും ഇത് അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറച്ചുകൂടെ കൂടിയ തോതിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ച് പലതരത്തിലുള്ള എന്താ പറയുക വർജനങ്ങളും, അതായത് കല്യാണം പോലും കഴിക്കണ്ട, ഇതൊക്കെ ഈ എഫേസോസിലെ അവിടുത്തെ സഭയിലെ നോസ്റ്റിക് വാദഗതിക്കാർ, നോസ്റ്റിസിസം എന്ന് പറയും, ജ്ഞാനവാദം മലയാളത്തിൽ പറയാം, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് അവിടെ വളരെ സ്ട്രോങ് ആയിരുന്നു. അത് എവിടുന്നാണ് വരുന്നത് വെച്ചാൽ ഗ്രീക്ക് മിത്തോളജിയിലുള്ളതാണ് ഈ ജ്ഞാനവാദം. അതിൻ്റെ അകത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അവർ പറയുന്നത് മനുഷ്യൻ്റെ ഈ ശരീരത്തിനൊന്നും വലിയ കാര്യമില്ല, ആത്മരൂപി ആത്മാവാണ് ഇതിനകത്തെ സംഗതി. അതുകൊണ്ട് അവര് എന്താ ചെയ്യും, ശരീര സംബന്ധിയായ കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കും. അതായത് ഭക്ഷണം വേണ്ട, വിവാഹം വേണ്ട, ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾക്ക് എന്തോ വലിയ കാര്യങ്ങൾ സാധിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചറിയാം. 3-ാം വാക്യാണ്, വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ സംബന്ധിച്ച് ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തമായ കൽപ്പന തന്നിട്ടുണ്ട്. വിവാഹം എല്ലാവർക്കും മാന്യമാണ്, അല്ലെ? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. കർത്താവ് നിഷ്പാപയുഗത്തിൽ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാപയുഗത്തിൽ ഒട്ടും നന്നല്ല. അത് തീർച്ചയായിട്ടും അവനൊരു തക്കതായ ഒരു തുണ വേണം, യാതൊരു സംശയവുമില്ല. അതുപോലെ വിശ്വാസികൾക്ക് സ്തോത്രത്തോടെ ഭക്ഷണം അനുഭവിക്കാം. ദൈവം സൃഷ്ടിച്ചാൽ അടുത്ത വാക്യം വായിക്കുന്നതിനാ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. അപ്പം ഈ തരത്തിലുള്ള ഒരു സന്യാസമോ അല്ലെ ഒരു പരിത്യാഗമോ ഇതൊക്കെയാണ് ജീവിതത്തിൽ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കമ്പാരിറ്റീവ്ലി, അതായത് താരതമ്യേന വളരെ നല്ലതെന്ന് തോന്നിക്കുന്ന, അതായത് മധുരം പുരട്ടിയതായിട്ടുള്ള ഉപദേശങ്ങൾ. പത്രോസിന്റെ ഗുരുതലേഖനത്തിലാണ് നമുക്കൊരു വാക്യം വായിക്കാൻ സാധിക്കും. എന്താ പറയാ, സാത്താൻ താനും വെളിച്ചദൂതൻ എന്ന് പറഞ്ഞാൽ ആരാ? നല്ല
സന്ദേശം പ്രസംഗിക്കുന്ന അല്ലെ നല്ല സന്ദേശം നൽകുന്ന ആൾക്കാരാണ്. അതുപോലെയാണ് എന്താ പറയുക, നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ പിശാച് എന്ന് പറഞ്ഞാൽ പണ്ടേതോ നമ്മൾ പിന്നെ ഈ കാർട്ടൂണിലോ ഇതിലോ കണ്ടിട്ടുള്ള പോലെ ഉന്തിയ കണ്ണും 2 കൊമ്പും അല്ലെ, ഇങ്ങനത്തെ ഒരു ആശയമാണ് പലപ്പോഴും മനസ്സിലേക്ക് വരുന്നത് പിശാച് എന്ന് പറയുന്നത്. പക്ഷെ അതാരിൽ അല്ല, കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കാൻ തക്ക വിധം എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആർക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കാത്ത അല്ലെങ്കിൽ വളരെ എന്താ പറയുക നോബിളായിട്ടുള്ള അല്ലെ ഏറ്റവും മര്യാദയായിട്ടുള്ള ഏറ്റവും അനുശാസ്യമായ അവതരണങ്ങൾ അവതരിപ്പിച്ചിട്ടായിരിക്കും ഈ വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുന്നത്. കാരണം ഒരു ദുഷ്ടന്റെ രൂപത്തിൽ വന്നാൽ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൺഫ്രണ്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാനായിട്ട് പറ്റും. ഇതങ്ങനെയല്ല, ഇത് നമ്മളൊക്കെ കെട്ടിപ്പിടിക്കും, സ്വീകരിക്കും, സഹോദര ഇരിക്ക്, കയറൂ എന്ന് പറയും, വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതിനെ പ്രതിരോധിക്കാനാണ് പറയുന്നത് നിന്നെ തന്നെയും ഉപദേശത്തെ സൂക്ഷിക്കണം. എന്തുകൊണ്ട്? വൈ ഡോക്ടറിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് സത്യത്തിൽ ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. അതിന് ആണ് ഈ വാക്യം വായിച്ചു കേൾപ്പിച്ചത്. അതുകൊണ്ട് പറയാണ്, ഞാൻ വരുവോളം ഇതിന്റെ തൊട്ട് 13ാമത്തെ വാക്യം ഇങ്ങനെ പറയാണ്, സ്നേഹത്തിലും നിന്റെ യൗവനം തുച്ഛീകരിക്കപ്പെടാതെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. അങ്ങനെ ആയിരിക്കാൻ ചെയ്യേണ്ടത് വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മനസ്സിലായോ? വായന, പ്രബോധനം, ഉപദേശം ഇവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമതായിട്ട് തിരുവെഴുത്ത് വായിക്കണം, മാത്രമല്ല പ്രബോധനം ഉപദേശിക്കണം, അല്ലെങ്കിൽ ഉപദേശം പഠിക്കണം. പിന്നെ പ്രബോധനം, അത് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കണം, അവർക്കും കൂടെ പ്രയോജനപ്രദമായി തീരണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്നെത്തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കുമ്പോൾ നീ നിന്നെത്തന്നെയും അതുപോലെ തന്നെ ഈ ഉപദേശം കേൾക്കുന്നവരെയും രക്ഷിക്കും. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ രക്ഷപ്പെടണം ഒന്നാമത്, മാത്രമല്ല അനേകരെ ഈ രക്ഷയിലേക്ക് നയിക്കുന്നവരായിട്ട്, രക്ഷയിൽ വളരുവാൻ സഹായിക്കുന്നവരായിട്ട് ആയിത്തീരണം എന്നാണ്. അപ്പൊ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ആ ഉദ്ദേശം നടപ്പാകുവാനായിട്ട് നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ തുല്യ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്മേൽ എന്ന് പറയുന്നത് ശരിയല്ല, കാരണം നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്ത്? ഉപദേശത്തെ സൂക്ഷിക്കുക. എന്താണ് ഉപദേശത്തെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ കർത്താവ് പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ ആ അടിസ്ഥാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആഴത്തിൽ കുഴിക്കുക. ഏറ്റവും, അതായത് ഒരു ബിൽഡിംഗ് ഏറ്റവും എത്രത്തോളം ടോപ്പിലേക്ക് അല്ല ഉയരത്തിലേക്ക് പോകുന്നോ അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റുക? അത് ഈ പറയുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറിഞ്ഞു വീഴും. എന്താ കർത്താവ് ഉപമ പറഞ്ഞപ്പോൾ ഈ കാര്യം പ്രത്യേകം പറയാനായിട്ട് ഇടയായി തരുന്നത്? കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. നോർമൽ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉപദേശം ഇല്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? അതായത് അവർ നോക്കുമ്പോൾ യോഗത്തിന് പോകുന്നുണ്ട് അല്ലേ, എല്ലാ നിലയിലും അത്യാവശ്യം മര്യാദയായിട്ട് ജീവിക്കുന്നുണ്ട്, ഒരു നല്ല മോറൽ ലൈഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ധാർമ്മിക ജീവിതമുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, അവർ ഭയങ്കര മര്യാദക്കാരാണ്, അവർക്ക് ആരോടും വഴക്കില്ല, ദുസ്വഭാവങ്ങളൊന്നും പൊതുവെ ഇല്ല. ഇങ്ങനെയൊക്കെ പുറമേ നോക്കുമ്പോൾ വളരെ നല്ല, നമ്മൾ പറയുന്ന മര്യാദരാമന്മാർ അല്ലെങ്കിൽ വളരെ മര്യാദയുള്ളൊരു ജീവിതം ഈ ആൾക്കാർക്കൊക്കെ ഉണ്ടാകും. പക്ഷേ പ്രതികൂലം വരുമ്പോൾ അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ അത് അലയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട് അടിക്കുമ്പോൾ പ്രതികൂലത്തിൻ്റെ ഈ ഇൻറ്റൻസിറ്റിയിലാണ് ഇവരുടെ യഥാർത്ഥ മുഖം അറിയാനായിട്ട് സാധിക്കുന്നത്, അല്ലെ അത് പരിശോധിക്കപ്പെടാനായിട്ട് പോകുന്നു. അവിടെയാണ് ഉപദേശമില്ലാത്ത വ്യക്തി മുമ്പേ ഞാൻ പറഞ്ഞ പോലെ പുറമേ നോക്കുമ്പം നോർമലായിട്ടുള്ള ഒരു ക്ലൈമറ്റിൽ ഈ പെയിന്റ് അടിച്ച് നല്ല പുട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ വീടായിരിക്കും ഒരുപക്ഷെ കുറച്ചുകൂടെ നല്ലതെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതുപോലത്തെ ഒരു പ്രശ്നം വരുമ്പോൾ, ഇതുപോലത്തെ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോഴാണ് വിഷയം. ആരെങ്കിലും വിശ്വാസത്തെ ചോദ്യം ചെയ്ത ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഈ ചെയ്യുന്നതിലൊക്കെ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ, എന്തിനാണ് നമ്മൾ ഈ സ്റ്റാൻഡ് എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് ഒന്നും വിശദീകരിക്കാൻ പറ്റാതെ വരുന്ന അങ്ങനത്തെ ഒരു ക്രൈസിസിൽ, അവിടെയൊക്കെയാണ് ഉപദേശം പഠിക്കാത്തതിൻ്റെ അല്ലെ ഉപദേശത്തിൽ നിലനിൽക്കാത്തതിൻ്റെ പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രതികൂലങ്ങളുടെ ആധിക്യത്തിൽ തകർന്നു പോകാൻ ആ വീഴ്ച ഭയങ്കരമായി തീരാതിരിക്കാനായിട്ട്, അല്ലെ വിശ്വാസത്യാഗത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കാനായിട്ട് ശരിക്കും നമുക്ക് ഉപദേശത്തെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഉപദേശത്തെ വേണ്ട പോലെ പിടിച്ചുകൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ നമ്മളെയും നമ്മളുടെ പ്രസംഗം കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കാണുന്ന എല്ലാവരെയും രക്ഷിക്കുവാൻ നമുക്കിടയായി തീരണം. റോങ് ബിലീഫ്സ് അല്ലെങ്കിൽ തെറ്റായ വിശ്വാസങ്ങൾ
അല്ലെങ്കിൽ ദുരുപദേശങ്ങൾ, അത് നമ്മളെ എന്താ ചെയ്യുന്നത്, അന്ന് വേഗത്തിൽ നമ്മളെ പാപത്തിലേക്ക് നയിക്കും ഒന്നാമത്. അതുപോലെ തന്നെ വീഴ്ചയിലേക്ക് അല്ലെങ്കിൽ ആത്യന്തികമായി വിശ്വാസത്യാഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ടാവും. ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കറിയാം, നമ്മൾ ഉപദേശം എന്ന് പറയുമ്പോഴത്തേനും പൊതുവേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പൊതുവെ ആൾക്കാർ പറയുന്നുണ്ട് പ്രൊട്ടസ്റ്റന്റ് ഉപദേശം അല്ലെ പെന്തക്കോസ്ത് ഉപദേശം, ബ്രദറൻ ഉപദേശം, ഇതൊക്കെയാണ് ഉപദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ഏതെങ്കിലും ഒരു ഡിനോമിനേഷൻ പേര് വെച്ചിട്ട് നമ്മൾ ഉപദേശത്തെ പറയണ്ട. നമുക്ക് വളരെ ലളിതമായിട്ട് പുതിയ നിയമത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ നിയമ ഉപദേശം. മനസ്സിലായി? പുതിയ നിയമ ഉപദേശം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ഇപ്പോൾ സൂക്ഷിക്കുന്ന സഭയ്ക്കുള്ള ഉപദേശം. ഇതാണ് ഉപദേശം എന്നതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അർത്ഥമാക്കേണ്ടത് അല്ലെങ്കിൽ ഉദ്ദേശിക്കേണ്ടത്. എന്താണ് അടിസ്ഥാന ഉപദേശം? ഉത്തരം പറയാം കുഞ്ചേ. അടിസ്ഥാന ഉപദേശം, അടിസ്ഥാനം എന്നാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ആഴത്തിൽ കുഴിച്ച് പണിയുന്നതാണ്. എന്താണ് ഈ അടിസ്ഥാന ഉപദേശം? അത് വേണം, അല്ലാതെ പറ്റിയല്ലോ. പിന്നെ അടിസ്ഥാന ഉപദേശങ്ങൾ ആർക്കും പറയാം. ഇതൊരു ക്ലാസ് ആണല്ലോ. നമ്മൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടിയുടെ ആവശ്യമില്ല. ഇതൊരു സ്നാനപ്പെടണം. എന്താ അടിസ്ഥാന ഉപദേശങ്ങൾ? എത്രയാണ്? അതെ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം. ആ പ്രയോഗം നല്ലതാണ്. അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. വളരെ ശരിയായ ഉത്തരമാണ്. എവിടെയാ ഇത് പറഞ്ഞിരിക്കുന്നത്? എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-42 വാക്യങ്ങൾ വായിച്ചു. സഭയുടെ അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ നിയമ ഉപദേശം എന്ന് പറയുന്നത് അടിസ്ഥാന ഉപദേശം. ഒരുപാട് ഉപദേശങ്ങൾ വേറെയുണ്ട്, പക്ഷെ ബേസിക് ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഇതിനെ വിട്ടിട്ട് കളിയില്ല. നമ്മൾ പറയത്തില്ലേ, ഒരു ബെയർ മിനിമം റിക്വയർമെന്റ്, ബേസിക് റിക്വയർമെന്റ് എന്നൊക്കെ, എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെടേണ്ടതിന്റെ ഏറ്റവും മിനിമം റിക്വയർമെന്റ് ആണ് ഈ 7 ഉപദേശങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. എടുത്തു വായിച്ചേ. നിർത്തി വായിക്കണേ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. പ്രാർത്ഥന കഴിച്ചും പോന്നു. ഓക്കെ. 2 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41-42 വാക്യം. ഈ 2 വാക്യങ്ങളിൽ 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 7 കാര്യങ്ങൾ. ഇതാണ് പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇത് സംഭവം പശ്ചാത്തലം നമുക്കറിയാം. അവിടെ പെന്തക്കോസ്ത് നാളിൽ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് എന്നേക്കും വസിക്കേണ്ടതിനായിട്ട് ഇറങ്ങി വന്നു. ആ സമയത്ത് അവര് പിന്നെ എന്ത് ചെയ്തു? അന്യഭാഷകളിൽ സംസാരിക്കുന്നതൊക്കെ മറ്റുള്ളവർ കേട്ടു. അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് എന്താണ്, ഇവര് പൂസായതാണോ? ബാജ ആ ഫാൻ ആണ് കൊടുക്കുന്നത്. ആ ഫാൻ അതിന്റെ സ്വിച്ച് ആണെന്ന് പറഞ്ഞാൽ കേട്ടോ. ഏതാ? അപ്പൊ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന കണ്ടപ്പോ മറ്റുള്ളവർക്കൊക്കെ അത്ഭുതം. ഇവരിനി വെള്ളം അടിച്ചിട്ട് പൂസായിട്ട് വല്ലോ ഈ പറയുന്നത് എന്നൊക്കെ സംശയം തോന്നി. ഇപ്പം പത്രോസ് എന്ത് ചെയ്തു? 22-ാം വാക്യം മുതൽ 17-ാം വാക്യം മുതൽ പത്രോസ് അവരുടെ മുമ്പാകെ എഴുന്നേറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായ നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു പോന്നു. ദൈവമോ മരണമാശങ്ങളെ അയച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് താൻ പറയുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അങ്ങനെ 36-ാം വാക്യം പറയുന്നത്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം തന്നെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായും അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുദ്ധാനം ഇതെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ട് പ്രവചന നിവൃത്തി എന്നവണ്ണം ഈ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ
ഇത് കേട്ടിട്ട് അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവിടെ കൂടി നിന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അത് മുറിപ്പെടുത്തുന്നതാണ്, തീർച്ചയായിട്ടും ആ നിലയിൽ ക്രിയ ചെയ്യുന്നതാണ്. ദൈവം പിന്നെ അവരുടെ ഹൃദയത്തിൽ ഈ വചനം കേട്ടിട്ട് പത്രോസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കുത്തുകൊണ്ടു. അവരങ്ങോട്ട് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിക്കും, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. മുമ്പേ പറഞ്ഞ വായനയും അതിലെ പ്രബോധനം ഇവിടെ ഉണ്ട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാക്കി പറഞ്ഞാൽ പത്രോസ് എന്താ പറഞ്ഞേ? രക്ഷിക്കപ്പെടുവീൻ, അല്ലെങ്കിൽ സുവിശേഷം. അപ്പൊ സുവിശേഷം പറഞ്ഞു ആര്? പത്രോസ്. അവരുടെ നടുവിൽ നിന്നുണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതെല്ലാവരും കേൾക്കെ അവർക്ക് കുത്തുകൊള്ളത്തക്ക നിലയിൽ പറഞ്ഞു. അവർ തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കാമാറ് അത്ര വ്യക്തമായി സുവിശേഷം പറയാനായിരുന്നു. ഈ സുവിശേഷം കേട്ടപ്പോൾ ഒന്നാമത് സംഭവിച്ചത് എന്താണ്? ഒന്നാമത് സംഭവിച്ചത് 41-ാം വാക്യം, അവന്റെ വാക്ക് അവർ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. അപ്പൊ ഒന്നാമത്തെ ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഡോക്ട്രിനിൽ നമ്പർ 1, അവന്റെ വാക്ക് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും അവരെന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഉപദേശം എന്താണ്? പുതിയ നിയമസഭയുടെ ഒന്നാമത്തെ ബേസിക് ഡോക്ട്രിനിലെ ഒന്നാമത്തേത് രക്ഷ എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ്സിന് വന്നവർ വളരെ വിശദമായിട്ട് പഠിച്ചു എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. എബ്രായ ദിവസങ്ങൾ അതിനെക്കുറിച്ച് കുറേ അധികം റെഫറൻസസ് വായിച്ച് രക്ഷയ്ക്ക് പറയുന്ന, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നുള്ളതിന് പറയുന്ന മറ്റു പ്രയോഗങ്ങളെ കുറിച്ചൊക്കെ പറയുണ്ടായി. ഒരു 2-3 പറഞ്ഞേ, നമുക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില പദപ്രയോഗങ്ങൾ എന്തൊക്കെയാ? വീണ്ടും ജനിക്കുക. ഓക്കെ, വെരി ഗുഡ്. എവിടെയാ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. പിന്നെ വേറെ എന്തുണ്ട്? 1-ാം അധ്യായത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ യോഹന്നാന്റെ സുവിശേഷം? കൈക്കൊള്ളുക, യേശു കർത്താവിനെ കൈക്കൊള്ളുക. അങ്ങനെയുള്ളവർക്ക് ദൈവമക്കളാകാനായിട്ട് അധികാരം കൊടുത്തു. സുവിശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പൊ പറഞ്ഞത്? കൈക്കൊള്ളുക, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ കോണ്ടെക്സ്റ്റില് വിശ്വസിക്കുക, അല്ലേ? വിശ്വസിക്കുക. അപ്പം രക്ഷിക്കപ്പെടുക എന്നുള്ളതിന് വേറൊരു വാക്ക് എന്നാണ്? വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക. ഇങ്ങനെ കുറെ അധികം പദപ്രയോഗങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ പറയുന്നുണ്ട്. ഞാനതുകൊണ്ട് അതിലേക്ക് അധികമായിട്ട് പോകുന്നില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്? രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ ലളിതമായ അർത്ഥം എന്താണ്? ലളിതമായ അർത്ഥം എന്താ? രക്ഷപ്പെടുക, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് അതാ. ഓക്കെ, മാനസാന്തരപ്പെട്ട് മാത്രമേ ഒരാൾക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അത് അതിന്റെ ഒന്നാമത്തെ പടിയാണ്. ഞാൻ പറഞ്ഞു തന്നത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് അതാണ്, ശിക്ഷയിൽ നിന്ന് അപ്പൊ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്, അല്ലെ? ശിക്ഷ ഒഴിവായി കിട്ടുക, അതാണ് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. അതാണ് വളരെ ലളിതമായ മലയാളത്തിലുള്ള അർത്ഥം. അപ്പൊ നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്ഷയോട് ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വിശ്വസിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നതെന്ന് പറഞ്ഞല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അത് ഓർത്തിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലായിരുന്നു? യേശു ക്രിസ്തു ഏക സത്യ ദൈവമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് അതിന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനെ ബേസ് ചെയ്തായിരുന്നു താൻ അത് പറഞ്ഞത്. പ്രധാനമായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ വർഗമോ വർണ്ണമോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നു. രക്ഷ എന്ന് പറയുന്നത് ആർക്കും ഇന്ന് അവകാശമാക്കാൻ കഴിയുന്ന, അല്ലെ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സ്വന്തം ശക്തിയാലല്ല, ദൈവത്തിന്റെ കൃപയാൽ മാത്രം. അപ്പോൾ നമ്മൾ അതിനായി എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന പ്രതികരണം എന്താണ്? വിശ്വാസം. എന്തുകൊണ്ടാണ് വിശ്വസിക്കുക എന്നുള്ള ഒരു ലളിതമായ ഒരു മാർഗം ഇതിന് വച്ചിരിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോവുകയുണ്ടായി. നമ്മുടെ പാപം എന്ന് പറയുന്നത് എന്താണ്? അവിശ്വാസമാണ്, അല്ലേ? ദൈവം പറഞ്ഞു, ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. എന്തുകൊണ്ടാണ് തിന്നരുത് എന്ന് പറഞ്ഞത്? തിന്നുന്ന നാളിൽ മരിക്കും. പിശാചി വന്നിട്ട് എന്നാ പറഞ്ഞേ? മരിക്കുകയല്ല നിശ്ചയം, തിന്നാൽ നിങ്ങൾ ആരെ പോലെ ആവും?
ഹവ്വ എന്താ ചെയ്തത്? ദൈവം പറഞ്ഞ് വിശ്വസിച്ചോ, പിശാച് പറഞ്ഞ് വിശ്വസിച്ചു? സാത്താൻ പറഞ്ഞ് വിശ്വസിച്ചു. അപ്പൊ അവിശ്വാസം, ദൈവത്തെ അവിശ്വസിച്ചു, പിശാചിനെ വിശ്വസിച്ചു. ഇതാണ് ശരിക്കും അവിടെ ആദ്യത്തെ പാപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ദൈവം രക്ഷയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം. എന്ന് നമ്മൾ വിശ്വസിക്കണം. റോമലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ആണ് നമ്മൾ സാധാരണ രക്ഷിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. എങ്ങനെ രക്ഷിക്കപ്പെടുന്നത് വെച്ചാൽ കൊച്ചു പിള്ളേർ വരെ പറയും യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറഞ്ഞു, ദൈവം അവനെ മരിച്ചവരുടെ പേരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പം 2 കാര്യം ചെയ്യണം. എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റു പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കും. ഇതിലേതാ ആദ്യം നടക്കണ്ടേ? ആദ്യം ഏത് നടക്കണം? എന്തുകൊണ്ടാണ് ആൾക്കാർ രക്ഷിക്കപ്പെടാത്തത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം അവിടെ ഉണ്ട്. ലോകത്തുള്ള, ഞാൻ പറയട്ടെ, ഒരു അന്യമതസ്ഥരായ അല്ലെ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഒരു നല്ല ശതമാനം ആൾക്കാർ യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്. അല്ലെ കർത്താവ്, ലോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാണ്? യേശു ക്രിസ്തു ആണ് എന്ന് ഡിക്ഷണറികൾ പോലും പറയും. മനസ്സിലായോ? പക്ഷെ അവരൊന്നും രക്ഷിക്കപ്പെടുന്നില്ല. അപ്പൊ ഈ റോമലേഖനം 10-ാം അധ്യായം പറഞ്ഞനുസരിച്ചാണ് യേശുവിനെ കർത്താവ് എന്ന് പറയുന്നവരൊക്കെ രക്ഷിക്കപ്പെടണ്ടേ? അത് മാത്രം പോരാ. അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഒരു കാര്യം വേണം. എന്താണ്? വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് എന്ത് വിശ്വസിക്കണം? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പൊ ആ കാര്യം നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? എന്തിനു വേണ്ടിയാണ് അവൻ മരിച്ചത്? ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാനും വിശ്വസിക്കേണ്ടതായി തീരണം. അവിടെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ ആദ്യം അതാ. അപ്പം അത് ആദ്യം എഴുതിയോ രണ്ടാമത് എഴുതിയോ എന്നുള്ളൊരു പ്രശ്നമല്ല. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞിരിക്കുകയാണ്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളുടെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൽ നിന്നാണ്. അപ്പോ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു. അപ്പം മരണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. നമ്മളെ സ്നേഹിച്ചാണ് കർത്താവ് മരിക്കുവാനിടയായത്. മരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ നമുക്ക്, അതായത് ഞാൻ പറയുന്നത്, ഒരു സാധാരണ മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ട വിശ്വാസത്തിന്റെ കാര്യങ്ങളാണ്. രക്ഷ എന്നുള്ള അടിസ്ഥാന ഉപദേശത്തിലെ വസ്തുതകളാണ് പറയുന്നത്. അപ്പൊ അതില് ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുമ്പോൾ അതിനു മുമ്പേ ഒരു കാര്യം, അല്ലെ ഒരു തിരിച്ചറിവ്, ഒരു വിശ്വാസം നമുക്കുണ്ട്. അതെന്താണ്? ഞാനൊരു പാപി. മനസ്സിലായോ? റോമലേഖനം നമ്മളോട് സംസാരിക്കണം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് തീർന്നിരിക്കുകയാണ്. ആർക്കും തനിയെ രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. മനുഷ്യന്റെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടോ അല്ലെ ദൈവത്തിന്റെ ആ കോടതിയുടെ മുമ്പാകെ നീതീകരിക്കപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കപ്പെടാനോ കഴിയുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയാണ്, ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെ ദൈവത്തിന്റെ മുമ്പാകെ എന്താണ്? കറ പുരണ്ട തുണി പോലെയാണ്. ആർക്കും അവരുടെ സ്വയ നീതി പ്രവർത്തികൾ കൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ നീതിമാനെന്ന് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവിക നീതിയുടെ പ്രത്യേകതയാണത്. മനുഷ്യന്റെ ഒരു നീതി പ്രവൃത്തിയും ദൈവത്തിന് മുമ്പാകെ വില പോവില്ല. അതുകൊണ്ടാണ് പ്രവൃത്തി ദൈവം ആവശ്യപ്പെടാത്തത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് വിശ്വാസം എന്ന മാർഗം? അതിന്റെ ഉത്തരവാദിയുണ്ട്. മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് ഒരിക്കലും ദൈവത്തിന് മുമ്പാകെ നീതിമാനെന്ന് വിളിക്കപ്പെടുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഒന്നാമതായിട്ട് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി വിശ്വസിക്കേണ്ടത് ഞാനൊരു പാപിയാണ്, അല്ലെ ഞാനൊരു നഷ്ടപ്പെട്ടു പോകാനാണ്. പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? പാപത്തിന്റെ ശമ്പളം മരണം. ആ മരണം എന്താണെന്ന് വെളിപ്പാട് പുസ്തകം പറയുകയാണ്. പിന്നെ തീയും ഗന്ധവും കത്തുന്ന പോവുക, അത് രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ മരണം ഈ ശാരീരിക മരണമാണ്. അതല്ല യഥാർത്ഥ ആ ഭീകരമായ സിറ്റുവേഷൻ. രണ്ടാമത്തെ മരണമാണ്. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് അവിടെ തീയും ഗന്ധവും കത്തുന്ന പോവുകയാണ്. പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായിട്ട് ഒരുക്കിയിട്ടുള്ള ആ നിത്യ ദണ്ഡനം, അല്ലെ ആ നരകം, അതിലേക്കാണ് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി പോകുന്നത്. അത് ഏതാളാണെങ്കിലും, ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചിട്ട് രക്ഷിക്കപ്പെടാത്തവനും അതുപോലെ ദൈവം ഇല്ലെന്ന് പറയുന്നവരും അല്ലെ അങ്ങനെയുള്ളവരും ലോകത്തിലെ ഏത് രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും പോണത് അങ്ങോട്ടേക്കാണ്. അത് ആലോചിക്കുക. അപ്പോൾ ഇത്രയും ഭീകരമായ ഒരു സംഗതി ഉണ്ട്. ഇത് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, ഞാൻ അത് വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണ്, ഞാൻ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്, ഞാൻ ന്യായമായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. ക്രൂശിൽ കിടന്ന കള്ളം പറഞ്ഞു, നാമോ ന്യായമായിട്ട്, അല്ലെങ്കിൽ ഞാനോ, അവനെ തന്നെ പറയാണ്, ഞാനോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. ഞാൻ അതിന്റെ ചെയ്തതിന്റെ ഫലമാണ് ഈ ക്രൂശ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവനോ അരുതാ തോന്നിച്ചിട്ടില്ല. അപ്പോ ഈ നിലയിൽ ഞാൻ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കേണ്ട ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ എനിക്ക് പകരമായിട്ട് യേശു ക്രിസ്തു അനുഭവിച്ചു. യേശു കർത്താവ് ആ കാര്യം അനുഭവിച്ചതുകൊണ്ട് ഇനി ഞാൻ ആ ശിക്ഷ അനുഭവിക്കേണ്ട
ആവശ്യമില്ല. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ വിശ്വാസത്താൽ ആ കാര്യം ഞാൻ ഏറ്റെടുത്താൽ, യേശു ക്രിസ്തുവിനെ ഇവിടെ റോമാലേഖനത്തിൽ പറഞ്ഞ പോലെ ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ നിലയിൽ യേശു ക്രിസ്തു സമ്പൂർണ്ണ ദൈവം, അവൻ സർവശക്തനായ ദൈവം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്താൽ, അല്ലെങ്കിൽ യേശുവിനെ കർത്താവായി, എൻ്റെ രാജാവായി, ന്യായാധിപതിയായി, കർത്താവായിട്ട് അംഗീകരിച്ചാൽ, അല്ലെ അംഗീകരിക്കുമ്പോൾ, അത് ഏറ്റുപറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് സാധിക്കും. വീണ്ടും പദപ്രയോഗങ്ങൾ പറയുണ്ടായി. കൈക്കൊള്ളുക, അതായത് ദൈവമക്കളാകാനായിട്ട് എന്ത് ചെയ്യണം? ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ, ദൈവത്തിന്റെ പുത്രനെ കൈക്കൊള്ളുക, അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. എന്താണ് ഈ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ കർത്താവ് എന്ന് യേശുവിനെ വിളിക്കാത്ത അധികം ആൾക്കാരുണ്ടാകത്തില്ല. ലോകത്തിന്റെ പൊതുവായ ഭാഷയാണത്. അതുപോലെ യേശുവിൽ വിശ്വസിക്കാത്ത ആൾക്കാരും അധികം ഉണ്ടാകത്തില്ല. ലോകത്തുള്ള മനുഷ്യരോട്, അതായത് ഭൂരിഭാഗം ആൾക്കാരോട് ചോദിച്ചാലും യേശു ക്രിസ്തു എന്നെ അറിയാമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് പറയും. പിന്നെ യേശു നല്ല മനുഷ്യനാണെന്ന് പറയും, നല്ല ഗുരുവായിരുന്നു, പിന്നെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തു, ക്രൂശിന്മേൽ മരിച്ചു, ലോകത്തിന്റെ രക്ഷിതാവാണ്. ഇതെല്ലാം ആൾക്കാരെ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവരാരും രക്ഷിക്കപ്പെടുന്നില്ല. എന്താ പ്രശ്നം? എന്തുകൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. എന്താണ് ഈ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, അല്ലെ പിന്നെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരെ? എന്താണ് യേശുവിന്റെ നാമത്തിൽ, അല്ലെ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് പറയാൻ കാര്യം? ദൈവത്വം അല്ലെങ്കിൽ അധികാരം. മനസ്സിലായോ? ഇതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഞാൻ ഒരു വാക്യം വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം, അപ്പോൾ അത് ക്ലിയർ ആകും. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം, നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന പേജ് തന്നെ, അതിന്റെ 16-ാം വാക്യം. അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീരുന്നു. മതി. സംഭവം അറിയാലോ. ദൈവാലയം, സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലിരുന്ന മനുഷ്യൻ, അയാള് അപ്പോസ്തലന്മാരെ നോക്കിയിട്ട് വല്ലതും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ അപ്പോസ്തലന്മാരെന്ത് പറഞ്ഞു? വെള്ളിയും പൊന്നും എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും ഞങ്ങൾക്ക് തരാനായിട്ടില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറായനായ യേശുവിന്റെ അവിടെ ആ പറയുന്നുണ്ട്, നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അങ്ങനെയല്ലേ പറഞ്ഞേ? 6-ാം വാക്യം, എനിക്കുള്ളത് നിനക്ക് തരുന്ന നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നെരിയാണിയും മുറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പോയിട്ടും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. മുമ്പോട്ട് പോവാണ്. ദൈവാലയത്തിൽ കടന്നു ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര അതിശയം. അവര് പിന്നെ പറയാണ്, ഈ അവനും പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന പേരുള്ള മണ്ഡലത്തിൽ അവന്റെ അടുക്കൽ വന്ന് ഓടിക്കൂടി. കാരണം ഇത് ഭയങ്കര അത്ഭുതം. ഇവനെ എല്ലാവരും കണ്ടിരിക്കുന്നത് അവിടെ മുടന്തനായിട്ടിരുന്ന് ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ ഇപ്പോൾ തുള്ളിച്ചാടി എവിടെ നിൽക്കുക? ദൈവാലയത്തിന്റെ അകത്ത് നിൽക്കുക. ഇത് കണ്ട് ആശ്ചര്യപ്പെട്ടപ്പോൾ അവരോട് പത്രോസ് മറുപടി പറയാണ്, നിങ്ങൾ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. പിന്നെ ആരാ ഇത് ചെയ്തത്? കർത്താവാണ് ഇത് ചെയ്തത്. എന്നിട്ട് അതിന്റെ ഉത്തരം പറയാണ്, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാവുന്നു. ആരെ? കർത്താവായ യേശു ക്രിസ്തുവിനെ. എന്നിട്ട് 16-ാം വാക്യം പറയണം, അവന്റെ നാമത്തിലെ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു, അല്ലെ കാരണമായി വന്നു. സത്യത്തിൽ ആ വാക്യം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് എഴുതാം. യേശുവിലെ വിശ്വാസത്താൽ യേശു തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി. അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായിട്ടുണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞ ആ വാചകം, അതിന്റെ ആ ഉത്തരം അത് തന്നെയാണ്. നാമത്തിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാമത്താൽ എന്ന് പറഞ്ഞാൽ അധികാരത്താൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ദൈവത്വത്താൽ. യേശു ക്രിസ്തുവിനെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഒരു നല്ല മനുഷ്യനായി, ഒരു നല്ല നേതാവായിട്ട്, അല്ലേ? പിന്നെ ശുശ്രൂഷയുടെ ഏറ്റവും നല്ല മോഡൽ കാണിച്ചെന്ന ആളായിട്ട്, ത്യാഗത്തിന്റെ, മഹാത്മാഗാന്ധിയൊക്കെ പിന്നെ യേശു കർത്താവിന്റെ ത്യാഗത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള
ഒരുപാട് ആൾക്കാർ കർത്താവിൻ്റെ സ്വഭാവം പലതരത്തിൽ പഠിച്ചിട്ട് നല്ല പിന്നെ മോഡൽ എന്നുള്ള നിലയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരാളുടെ രക്ഷയ്ക്ക് കാരണമല്ല, ആകത്തില്ല. എന്തു വിശ്വസിക്കണം? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ, അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. എന്ന് പറഞ്ഞാൽ അവൻ സമ്പൂർണ്ണ ദൈവമാണ്, യേശു ക്രിസ്തു മാത്രം ദൈവമാണ്. എന്താണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ? ഇനിമേൽ എൻ്റെ ജീവിതത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ആർക്കാണ്? യേശു ക്രിസ്തുവിനാണ്, അല്ലെങ്കിൽ ഈ ദൈവത്തിനാണ്. ഞാൻ ഇതുവരെയുള്ള എൻ്റെ അബദ്ധ ആളുകളെ ഒക്കെ പിടിച്ചിരുന്നതിനെ വിടുകയാണ്. ഇന്നു മുതൽ അവർക്കെല്ലാം ബൈ ബൈ പറയുന്നു. എനിക്ക് ഒരേ ഒരു ദൈവം, ഒരേ ഒരു രക്ഷിതാവ്, ഒരേ ഒരു നായകൻ, അത് ജീവനുള്ള സത്യദൈവമായ കർത്താവായ യേശു ക്രിസ്തു. ഇതാണ് ഈ നാമത്തിങ്കിലെ വിശ്വാസം. ഇത് സംഭവിച്ചാൽ മാത്രമേ ഈ രക്ഷ നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ നിലയിൽ കർത്താവിനെ കൈക്കൊള്ളുക, അതാണ് കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരാൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ഒരാൾക്ക് അത് നിത്യരക്ഷയാണ്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ എന്ത് ചെയ്യുന്നു? ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ വിഷയം പറഞ്ഞാൽ ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് ഇടയായി തീരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ നമ്മുടെ സമയം പോകുന്നതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 41-42 വാക്യങ്ങളിൽ നിന്ന് ഈ ബേസിക് ഡോക്ട്രിൻസ് 7 ഏതാണ് എന്ന് പേര് മാത്രം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? രക്ഷ. നമ്മൾ എന്ത് വിശ്വസിക്കണം? ഞാനൊരു പാപിയാണെന്ന് വിശ്വസിക്കണം. എനിക്ക് സ്വയമായിട്ട് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് വിശ്വസിക്കണം. മാത്രമല്ല എൻ്റെ പാപം നീക്കി എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, എനിക്ക് നിത്യജീവൻ തരാനായിട്ട് ലോകത്തിൽ ഒരൊറ്റയാൾക്ക് കഴിയത്തുള്ളൂ. അതാരാണ്? ഈ കർത്താവിനാണ്. അവൻ സമ്പൂർണ്ണ ദൈവമാണ്. ഇത് വിശ്വസിച്ചിട്ട് നമ്മളെ തന്നെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് രക്ഷ എന്ന് പറയുന്നത് നടക്കുന്നത്. അതൊരു ഉടമ്പടിയിലൂടെയാണ്. കർത്താവിനോട് പറയാണ്, ഇന്നു മുതൽ ഞാൻ എൻ്റെ ജീവിതം അവിടത്തേക്ക് സമർപ്പിക്കുന്നു. മനസ്സിലായോ? ഇന്നു മുതൽ അങ്ങാണ് എൻ്റെ കർത്താവ്. ഇതുവരെ ലോകത്തിൻ്റെ നേതാക്കന്മാരും എൻ്റെ സ്വന്തം താല്പര്യങ്ങളും സ്വയ അഭിലാഷങ്ങളും എൻ്റെ ജഡത്തിൻ്റെ താല്പര്യങ്ങളും ഒക്കെ എന്നെ ഭരിച്ചു. പക്ഷേ ഇന്നു മുതൽ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്ന കർത്താവെ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കണം. അവിടുന്നാണ് എൻ്റെ കർത്താവ്. മനസ്സിലായോ? ഈ ഉടമ്പടി പറയുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രാർത്ഥനയിലൂടെ കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ ആ കാര്യമാണ് പറയുന്നത്. യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റു പറയുക, ദൈവം അവനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവനെ അധികാരിയാക്കി വെച്ചു എന്ന് ഹൃദയത്തിൽ ഏറ്റെടുക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടേണ്ടതായി തീരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? രക്ഷ എന്നുള്ളതാണ്. രക്ഷയുടെ മറ്റൊരു പ്രയോഗം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് പറയുകയുണ്ടായി, വീണ്ടും ജനിക്കുക. അപ്പോൾ ഇവിടെ ഒരു പുതിയ ജീവിതത്തിനായിട്ടാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിന്നെ തന്നെ ഉപദേശം സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ അതിന് ആൾക്കാർ പൊതുവെ പറയുന്ന കമന്റ്, അല്ലെങ്കിൽ ആ കാര്യത്തിനല്ല, ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുന്ന കമന്റ് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതി. പക്ഷേ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇരിക്കുന്നത്. ഒരിക്കലും ഒരു ജനനം ഉണ്ടാകാതെ ജീവിതം ഉണ്ടാകുമോ? ആലോചിക്കുക. ഒരു ജനനം ഉണ്ടാകാതെ ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകത്തില്ല. ഈ 2 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ ശരിക്കും എന്നാണെന്നറിയോ? ജീവിതം. മനസ്സിലായി? 2-ാമത്തെ മുതൽ 7-ാമത്തെ വരെയുള്ള കാര്യങ്ങൾ ഉപദേശം എന്ന് പറയുന്നത് ജീവിതമാണ്, അല്ലെങ്കിൽ വളർച്ചയാണ്. പക്ഷെ ജനിക്കാതെ എങ്ങനെയാണ് വളരുന്നത്? ഒരു കുട്ടി ഉണ്ടാകാതെ എങ്ങനെയാണ് വളരുന്നത്? നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് കുഞ്ഞിന് എങ്ങനെയാണ് ഫാരക്സും അല്ലെ അങ്ങനത്തെ സാധനങ്ങളും കൊടുക്കാൻ പറ്റും? അത് വന്ന് ഭൂമിയിലേക്ക് ജനിച്ചതിന് ശേഷമാണ് ഭക്ഷണം, പാല് അല്ലെങ്കിൽ എന്ത് സാധനങ്ങളും കൊടുക്കാൻ പറ്റുന്നു. ഇതുപോലെ തന്നെ ജനനം എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് നടന്നു കഴിഞ്ഞിട്ടാണ് ബാക്കി വേണ്ടത്. ഇവിടെ പലപ്പോഴും പിന്നെ സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? പ്രത്യേകിച്ച് സുവിശേഷ വിഹിത സഭകളിൽ പോലും ദൗർഭാഗ്യരെന്ന് പറയട്ടെ, പിടിച്ച് നമ്മൾ കൂട്ടത്തിലേക്ക് ഒരു ചെറിയ താല്പര്യമൊക്കെ ആയിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അന്നേരം പിറ്റേ അടുത്ത ആഴ്ച തന്നെ എന്ത് നടത്തും? സ്നാനം നടത്തിക്കുന്നത്. ആലോചിച്ച് നോക്കി, എത്ര ഭയങ്കര ഒരു ഗുരുതരമായ തെറ്റാണെന്ന് ആലോചിക്കുക. ശരിയായ വിശ്വാസമില്ലാതെ. അപ്പം 2-ാമത്തെ ഇതിലേക്ക് വരുമ്പോൾ ഞാനത് പെട്ടെന്ന് പറയണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് ഈ ജനനമാണ്. ജനനമില്ലാതെ ജീവിതമില്ല. അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബേസ്മെന്റ്, അടിസ്ഥാനം എന്താണ്? രക്ഷിക്കപ്പെടുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആരെങ്കിലും ഇത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ ഈ കാര്യത്തെക്കുറിച്ച്, നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവേ, ഞാൻ ഈ നിലയിൽ ഉള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് രക്ഷിക്കപ്പെടണം എന്ന ആ സങ്കീർത്തനത്തിന്റെ വാക്യം രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും എന്നാണ്. ഹൃദയത്തിൽ ആ ആഗ്രഹം ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഞാൻ നഷ്ടപ്പെട്ടു പോയ ഒരു പാപിയാണ്, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ല, ഞാനത് സമ്മതിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ കർത്താവെ, എനിക്ക് പകരമായിട്ട് അങ്ങ് മരിച്ചതുകൊണ്ട്, അവിടുന്ന് എൻ്റെ നരകം ഏറ്റെടുത്തതുകൊണ്ട് ഇനി ഞാൻ അത് അനുഭവിക്കേണ്ട കാര്യമില്ല, ഞാൻ അത് അംഗീകരിക്കുന്നു. ഇനി മുതൽ
എൻ്റെ ജീവിതത്തിൽ അങ്ങല്ലാതെ ഒരു ദൈവമില്ല, സമ്പൂർണ്ണ ദൈവമായി കർത്താവായിട്ട് ഞാൻ അവിടുത്തെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനോട് ഉടമ്പടി ചെയ്യുക, അങ്ങനെ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. രണ്ടാമത്തെ കാര്യം, രക്ഷിക്കപ്പെട്ടവർ അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്തു? സ്നാനം. എന്താണ് സ്നാനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, പറഞ്ഞു കേട്ടു. വീട്ടിൽ പോകണ്ടേ? അതെ, കുഴിച്ചിടുക, അടക്കി അല്ലേ? യേശു ക്രിസ്തുവിനോട് ചേരുകയാണ്. വാക്കുകൾ എല്ലാം, ഉത്തരങ്ങളെല്ലാം വളരെ ശരിയാണ്. നമുക്കറിയാം ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്? രക്ഷിക്കപ്പെട്ടവരെ. ഉത്തരം ശരിയാണ്. കുറച്ചുകൂടെ ശരിയായ ഉത്തരം, അല്ലെങ്കിൽ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ വിശ്വസിക്കുന്നവരെ. ചില ആൾക്കാർ പറയും പിള്ളേരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്, ചില ആൾക്കാർ പറയും മുതിർന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ജ്ഞാനസ്നാനമാണ് വേണ്ടത്. വേദപുസ്തകം പറയുന്നു, പുതിയ നിയമം പറയുന്നു, അല്ലെങ്കിൽ പുതിയ നിയമ ഉപദേശം അനുസരിച്ച് സ്നാനം എന്ന് പറയുന്ന ആർക്കാണുള്ളത്? ആർക്കാണുള്ളത്? വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തുന്നത്. പ്രായപരിധി നോക്കിയിട്ടല്ല. 10ാമത്തെ വയസ്സിൽ ഒരു കുട്ടി യഥാർത്ഥമായിട്ട് ആ വിശ്വാസം ഹൃദയത്തിൽ ഏറ്റെടുത്ത് അവനത്, അല്ലെ ആ മോനോ മോളോ ആരും ആകട്ടെ, അത് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിള്ളേരല്ലേ, കുഞ്ഞിക്കളിയല്ലേ, ഇത് എന്നാന്ന് നോക്കണം. അല്ല, വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണം. സ്നാനം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേദഭാഗം അറിയാം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം. അവിടെ ആരാ അവിടുത്തെ കഥാപാത്രം? ഫിലിപ്പോസും ഷണ്ണനും. അപ്പോൾ എന്താണ് സ്നാനത്തിന് ഉള്ള മുന്നൊരുക്കം? സ്നാനത്തിൻ്റെ മുന്നൊരുക്കം, അല്ലെ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അതോറിറ്റി, അല്ല അതിൻ്റെ ഡിസിഷൻ മേക്കർ ആരാണ്? പലപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പല ആൾക്കാരും പറയുന്നത്, ഞാൻ ഇന്ന ആളുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. അതായത് മെത്രോപോലിത്തയാണ് നമ്മുടെ സംഭവം വായിച്ചതെന്നൊക്കെ ഈ സമുദായക്കാർ പറയുന്നത് പോലെ, ഇന്ന സെൻട്രൽ പാസ്റ്ററാണ് എന്നെ വന്ന് സ്നാനപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഇന്ന ദൈവദാസനാണ് ആ കൈക്കീഴിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് തീർച്ചയായിട്ടും അവരോടൊരു വിധേയത്വവും പിന്നെ ഒരു കീഴ്പ്പെടലും ഒക്കെ ഉള്ളത് നല്ലതുമാണ്, അവർ നല്ല ആൾക്കാരാണെങ്കിൽ. ബഹുമാനം ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലേക്ക് പോവുക. ഞാൻ സമയക്കുറവുകൊണ്ട് എടുത്തു വായിക്കുന്നത്. നമുക്കറിയാം, ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നു. ഷണ്ണൻ യെരുശലേമിൽ നിന്ന് അങ്ങോട്ട് പോവാ, എത്യോപ്യയിലേക്ക് പോവാണ്. പോണ വഴിക്ക് പുള്ളി അവിടുന്ന് എന്ത് ചെയ്തു? ഒരു ചുരുൾ വാങ്ങിച്ച് അതും വായിച്ചുകൊണ്ടിരിക്കുക. വായിക്കുന്നതാണ് യെശയ്യാ പ്രവചനം. ഇവിടെ അറക്കുവാൻ പോകുന്ന കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയുള്ള ഭാഗമൊക്കെ വായിച്ചിട്ട് ഷണ്ണൻ്റെ കിളി പോയി, ഒന്നും മനസ്സിലാകുന്നു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഫിലിപ്പോസ് തേരിനോട് ചേർന്ന് നടന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക, വായിക്കുന്നത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ സാറേ? ഒരുത്തം പൊരുൾ തിരിച്ചു തരാതെ എങ്ങനെ മനസ്സിലാക്കാനേ? എന്നാൽ കയറിക്കോളാൻ പറഞ്ഞു. തേരിൽ കയറിയിരുന്നു. ഈ പ്രവചന പുസ്തകത്തിലെ വാക്യങ്ങളെ അധികരിച്ച് ഫിലിപ്പോസ് ഷണ്ണനോട് എന്ത് പറഞ്ഞു? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയാനായിട്ട്. അങ്ങനെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഇത് വെള്ളമുള്ളൊരു സ്ഥലം, അവിടെ അത് കണ്ടപ്പോൾ ഷണ്ണൻ എന്നാ പറയാ, ഇതാ വെള്ളമുള്ളൊരു സ്ഥലം, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്ത് വിരോധം? ഷണ്ണനെ കുറിച്ച് നമുക്കറിയാം, വളരെ ഉന്നതമായ ഒഫീഷ്യൽ പദവിയിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ കൈ കിട്ടിയാൽ, നമ്മുടെ ഇന്നത്തെ ഉപദേശിമാരാണെങ്കിൽ എന്തായിരിക്കും അവരോട് പറയുക? നിങ്ങളുടെ ഭാവനയിൽ ആലോചിച്ച് നോക്കണം. എൻ്റെ പൊന്നു സാറേ, എന്നാ കുഴപ്പം? സ്നാനം വേണം, നമുക്ക് കൊട്ടാരത്തിൽ വേണം അറേഞ്ച് ചെയ്യാം, ഇവിടെ എൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെ അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെയ്യാം, ഇവിടെ വേണം ചെയ്യണേ, അതിനും കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ ഈ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ സുവിശേഷകൻ, ദൈവദാസൻ എന്നാ പറഞ്ഞേ? ഉടക്കാ പറഞ്ഞത്. സത്യമല്ലേ? ഒരാൾ ഇങ്ങോട്ട് ഞാൻ സ്നാനപ്പെട്ടേക്കാം എന്ന് പറയുമ്പോൾ ഉടക്ക് പറയുക, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ, അല്ലെങ്കിൽ പറ്റത്തില്ലെന്നാ. മനസ്സിലായോ? അപ്പോൾ ഉള്ളതുപോലെ പറഞ്ഞു. വീണ്ടും പന്ത് ആരുടെ കോർട്ടിൽ? ഷണ്ണൻ്റെ കോർട്ടിൽ. ഷണ്ണൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അവരിരുവരും വെള്ളത്തിലിറങ്ങി. അവിടെ പുറത്ത് നിന്ന് കരയ്ക്കുന്ന ശാലം തൊട്ടിയിൽ കോരി ഒഴിക്കുകയോ തളിക്കുകയോ ഒന്നും ആയിരുന്നില്ല. ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടു. സ്നാനം കഴിഞ്ഞ ഉടനെ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. ഷണ്ണൻ അയ്യോ ഈ പുള്ളി പോയില്ല, ഇനി ഞാൻ എന്നാ ചെയ്യും എന്ന് പറഞ്ഞ് വിഷാദിച്ച് നിന്നില്ല. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ സന്തോഷിച്ചും കൊണ്ട് തൻ്റെ വഴിക്ക് പോകാനിടയായിരുന്നു. അപ്പോൾ ഇതാണ് സ്നാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇതിലെ ഡിസിഷൻ അല്ലെ തീരുമാനം എന്ന് പറയുന്നത് ആരുടെയാണ്? സ്നാനപ്പെടുന്ന വ്യക്തിയുടെയാണ്, അല്ലാതെ സ്നാനപ്പെടുത്തുന്നവരുടെ അല്ല. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത്, നിർബന്ധിച്ച ഒരാളെ 12ാം ക്ലാസ് കഴിഞ്ഞു, എടാ നീ ഇങ്ങനെ നിന്നാൽ മതിയോ എന്ന് ചോദിച്ച് സ്നാനപ്പെടുത്തരുത്.
രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ വിശ്വസിച്ച് ആ കാര്യം ബോധ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടുത്തേണ്ടത്. എത്രയോ പരിതാപകരമായ സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹം പോകുന്നതെന്ന് ഞാൻ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മാതാപിതാക്കൾക്കും അതുപോലെ പിന്നെ ഈ നേതൃനിലയിലുള്ളവർക്കൊക്കെ ഒരു ഭാരമുണ്ട്. ഈ പിള്ളേരൊക്കെ ഇവരുടെയൊക്കെ സ്ഥിതി എന്താവും? അവന്മാര് പിന്നെ പഠിക്കാനായിട്ട് മിക്കവാറും പേരും പത്താം ക്ലാസ് 12ാം ക്ലാസ് കഴിയുമ്പം പുറം രാജ്യങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇവിടെ തന്നെയാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുക. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോവുക. ഇവർ പോയാൽ അങ്ങ് പിടിവിട്ട് പോകുമല്ലോ. അപ്പം ഇവർ തിരിച്ചു വരുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ബ്രതകാരനാണെന്നേലും ഒന്ന് പറയണമല്ലോ. അതിനാണ് ഈ മുക്കിപ്പോക്കി വിടുന്നത്. അതിന് വീട്ടുകാർ ചോദിക്കുകയാണ്, നീ സ്നാനപ്പെടുന്നില്ലേ? അപ്പോൾ ആ സ്നാനപ്പെടുന്നില്ലെന്ന് വെച്ചാൽ ഇവന്റെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലായിട്ടില്ല, ഈ കാര്യം ഉൾക്കൊണ്ടിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് പിള്ളേരോട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, കൊടുക്കണം. പക്ഷേ സ്നാനപ്പെടാനായിട്ട് ഒരു കാരണവശാലും നിർബന്ധിക്കരുത്. മനസ്സിലായോ? ഒരു കാരണവശാലും നിർബന്ധിക്കരുത്. പക്ഷെ അണ്ണൻ ഇങ്ങോട്ട് പറയുക ചെയ്തത്. മനസ്സിലായോ? സുവിശേഷം പറയുമ്പോൾ തീർച്ചയായിട്ടും സ്നാനം പറയണം. അത് ഒന്നാമത്തെ കാര്യം. ഇവിടെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഭാഗം മിണ്ടത്തേ ഇല്ല. രക്ഷിക്കപ്പെടണം, വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ അടുത്തത് പറഞ്ഞാൽ ഇവർ അന്നേരം ഇറങ്ങിക്കോളാൻ പറഞ്ഞെങ്കിലോ എന്നുള്ള പേടി കിടക്കും. സ്നാനം തീർച്ചയായിട്ടും പറയണം. കാരണം 1-ാം നൂറ്റാണ്ടിൽ ഇത് പിന്നെ മൂത്തൊന്ന് നോക്കി പിന്നെ അങ്ങനെ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല സ്നാനം. അവർ രക്ഷിക്കപ്പെട്ട ആ നിമിഷം തന്നെ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ തന്നെ സ്നാനം ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ലെ, അങ്ങനെയായിരുന്നു നടന്നിരുന്നത്. രക്ഷിക്കപ്പെട്ടു, രക്ഷയും അവർ സ്നാനപ്പെട്ട് വേർപെടുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പിള്ളേരെ നല്ല ആരെയും സ്നാനത്തിന് വേണ്ടി നിർബന്ധിക്കരുത്. അതിൻ്റെ പ്രാധാന്യം പറയാം. അപ്പോൾ പ്രാധാന്യം എന്താണ്? സ്നാനത്തിൻ്റെ പ്രാധാന്യം എന്താണ്? നമ്മൾ മുമ്പേ പറഞ്ഞ പോയിന്റ്സ് ഒക്കെയാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. അല്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? മത്തായി സുവിശേഷം 28-ാം അധ്യായം അവസാന വാക്യം, തൻ്റെ അന്ത്യനിയോഗം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി പറയുന്നേ സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരെ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നുള്ളത് ആരുടെ കൽപ്പനയാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ സ്നാനപ്പെടുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയാണ് അനുസരിക്കുന്നത്. ഇനി അതാണ് അതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് ബോധ്യം ഉണ്ടാവും. അല്ലേ? കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും. അതാണല്ലോ ആത്മാവിനാലുള്ള ജനനം എന്നാണല്ലോ അതിന് പറയുന്നത് തന്നെ, വീണ്ടും ജനനത്തിൽ. അങ്ങനെ ബോധ്യം വരുത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ ഇടയായിത്തീരും. ഞാൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയത്തില്ല, കർത്താവ് എൻ്റെ ശിക്ഷ ഏറ്റെടുത്തു, അതുകൊണ്ട് എനിക്ക് ന്യായമായിട്ട് ആ ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഹൃദയത്തിൽ പറഞ്ഞ് ഏറ്റെടുക്കുന്നത് ലോകത്തിലെ ഒരു മനുഷ്യനും പുറത്തുനിന്നുള്ള ഒരാൾ അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മളൊരാളോട് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയും, പിന്നെ തീർച്ചയായിട്ടും അവൻ്റെ മുഖത്തെ സന്തോഷവും അല്ലെങ്കിൽ തുടർന്നുള്ള ജീവിതത്തിലെ പിന്നെ വ്യത്യാസമൊക്കെ കാണുമ്പോൾ ഒരു പരിധിവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വെളിപ്പെടുത്താതെ വേണമെങ്കിൽ മുന്നോട്ട് പോകണം. എന്നാൽ സ്നാനം എന്ന് പറയുന്നത് ഈ രക്ഷിക്കപ്പെട്ടതിൻ്റെ പരസ്യമായ ഒരു പ്രഖ്യാപനമാണ്. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടതിൻ്റെ പരസ്യമായ പ്രഖ്യാപനം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ റോമാലേഖനം 6-ാം അധ്യായം, നിങ്ങൾ ഈ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു വായിക്കുക. 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ മുന്നോട്ടുള്ള വാക്യങ്ങൾ വായിക്കുക. അതാണ് ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട വേദഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ഗലാത്യലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം, ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്കറിയാം മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. കർത്താവിനോട് ചേരുക, അതുപോലെ തന്നെ അവനോട് ഏകീഭവിക്കുക. അതാരായിരുന്നത്? ആണ്ടു സാറല്ലേ അവന് ഏകീഭവിക്കുക. ഓക്കെ, ആരും ആയിക്കോട്ടെ. അപ്പോൾ ഏകീഭവിക്കുക, ഉണ്ണികൃഷ്ണങ്ങളാവുന്നത് അല്ലേ? അപ്പോൾ കർത്താവിനോട് ഏകീഭവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എങ്ങനെയൊക്കെ നമ്മൾ എന്തിനോടൊക്കെ ഏകീഭവിക്കണം? അവൻ്റെ മരണത്തോടെ ഏകീഭവിക്കണം, അടക്കത്തോടെ ഏകീഭവിക്കണം, പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണം. ഇതെല്ലാം സ്നാനത്തിലൂടെ നമ്മൾ വെളിപ്പെടുത്തുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആത്മീക സത്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. ഇനി സ്നാനത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പത്രോസിൻ്റെ ലേഖനത്തിൽ കർത്താവ് അപ്പോസ്തലൻ പറയാണ്, നമ്മുടെ കർത്താവ് നമ്മൾ പിന്തുടരുവാനായിട്ട് ഏറ്റവും നല്ല മാതൃക വെച്ച് പോകുന്നുണ്ട്. ഈ കാര്യത്തിൽ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? മാതൃക കാണിച്ചിട്ടുണ്ട്. താൻ യോഹന്നാൻ സ്നാപകൻ്റെ കൈ കീഴ് സ്നാനപ്പെടുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്.
തൻ്റെ കൽപ്പനയാണ്, താൻ മാതൃക കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് യോഹന്നാൻ വിലക്കി അല്ലേ കർത്താവിന്, നിന്നാൽ സ്നാനേൽക്കാൻ എനിക്ക് ആവശ്യം, അതുകൊണ്ട് നീ ഈ സ്നാനപ്പെടാനായിട്ട് ഇപ്പം തുനിയരുതേ എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് എന്നാ പറഞ്ഞേ? ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി ആണ് നമ്മൾ സ്നാനം ഏൽക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ദൈവനീതി നമ്മൾ എന്ത് ചെയ്യാണ്? നിവർത്തിക്കുകയാണ് സ്നാനം ഏൽക്കുന്നതിലൂടെ. ഓക്കെ, ഒരുപാട് ഇനിയും പറയാനുണ്ട്. ഞാൻ ആ 7 പോയിന്റ്സ് ഒന്ന് പറയാമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കുമെന്ന് അറിയത്തില്ല. രണ്ടാമത്തേതായതുള്ളൂ. മൂന്നാമത്തേത്, അപ്പോൾ രക്ഷിക്കപ്പെട്ടവരല്ല, വിശ്വസിക്കുന്നവർ മാത്രം എന്ത് ചെയ്യുക? സ്നാനപ്പെടുക. വിശ്വസിക്കുന്നവർ സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതോട് പറയണ്ട, അത് പറയേണ്ട കാര്യമാണ്. കൽപ്പനാലംഘനമാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഏകീഭാവം ഒന്നും നടക്കത്തില്ല. പിന്നെ ഏകീഭാവം പറയുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ മരണത്തോടെ ഏകീഭവിക്കുന്നു, അടക്കത്തോടെ ഏകീഭവിക്കുന്നു, പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുന്നു. സത്യത്തിൽ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്. ഗലാത്യ ലേഖനം 2-ാമതായി നമ്മൾ പഠിച്ചതാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന ഞാൻ ആരാണ്? ഒരു ശവമാണ് അല്ലേ? അതല്ലേ ക്രൂശിക്കപ്പെട്ട് നമ്മൾ മരിച്ചില്ലേ? ക്രിസ്തുവിനോടുകൂടെ അവൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിച്ചു. മരണത്തോടെ ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളും മരിച്ചു, ശവമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്നാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അടക്കത്തെക്കുറിച്ച് ആലോചിക്കും അല്ലേ? അതാണ് അതിൻ്റെ മര്യാദ. അല്ലെ എന്നാ സംഭവിക്കും? ഒന്നെങ്കിൽ കുഴിച്ചിടണം, അല്ലെങ്കിൽ കത്തിക്കണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചീഞ്ഞു നാറും. അപ്പോൾ അടക്കം നടന്നില്ലേയുള്ള കുഴപ്പം എന്നാന്നറിയും? ചീഞ്ഞു നാറാനിടയായി. രക്ഷിക്കപ്പെട്ട ഒരാൾ സ്നാനപ്പെട്ടില്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു അപകടമുണ്ട്, നാറ്റം വന്നിക്കും. അത് ഉണ്ടാകരുത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അടക്കം എന്ത് ചെയ്യണം? നടത്തണം. അതിനൊപ്പം പുനരുദ്ധാനവും ഉണ്ട്. ഓക്കെ, ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ സംഗതി, അവരവൻ്റെ വാക്ക് കൈക്കൊണ്ടു സ്നാനമേറ്റു. അടുത്ത വാചകം, അന്ന് 3000-ഓളം പേർ ശ്രദ്ധിച്ചു വായിക്കും. അവരോട് ചേർന്ന് ആരോട്? അതായത് 3000 പേരുണ്ട്. പല സ്ഥലത്തുനിന്നുള്ള യഹൂദന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവർ. നമുക്കറിയാം ഏകദേശം 15ഓളം സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയായിട്ട് ആ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് രക്ഷിക്കപ്പെട്ട അല്ല ഈ വാക്ക് കൈക്കൊണ്ട സ്നാനമായിട്ട 3000-ഓളം പേർ. അവർ പറഞ്ഞു, ഞങ്ങളല്ലേ ഇപ്പോൾ സത്യം പറഞ്ഞ സ്ട്രെങ്ത്, ഈ പുതുതായിട്ട് വന്ന ഇന്ന് സ്നാനപ്പെട്ട അല്ല ഈ ദിവസങ്ങളിൽ സ്നാനപ്പെട്ട ഈ ആൾക്കാരല്ലേ സ്ട്രെങ്ത്. നമുക്ക് നമ്മുടേതായ ഒരു പരിപാടിയിൽ, ഒരു പൊതു മിനിമം പരിപാടിയിൽ, ജനാധിപത്യപരമായ രീതിയിൽ നമ്മുടെ ആശയങ്ങളൊക്കെ കൂടെ മുമ്പോട്ട് വെച്ച് ഈ ഒരു പുതിയ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാം, അതല്ലേ വേണ്ടത് എന്നവർ പറഞ്ഞില്ല. അല്ലെങ്കിൽ അതിന് അപ്പോസ്തലന്മാരെ അനുവദിച്ചില്ല. ആരോട് ചേർന്നു? കമ്പാരിറ്റീവ്ലി വലിയ ഈ ഗ്രൂപ്പ് അതിലും വളരെ ചെറിയ ഈ കൂട്ടത്തോട് ചേർന്നു. മൂന്നാമത്തെ അടിസ്ഥാന ഉപദേശം വേർപാട്. നമുക്കൊരു പേരുണ്ട്, എന്താണ്? വേർപാടുകാർ എന്ന് പറഞ്ഞാൽ ഈ ഉപദേശം നന്നായിട്ട് പിടിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിൽ മറ്റുള്ളവർ വിളിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എത്രയോ നല്ലതാണ്. നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനം, പുതിയ നിയമം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം തരുന്നു. എന്താണത്? വേർപാട്. ഒരു വാക്യം വായിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-14 മുതൽ കിട്ടിയൊരു വേഗം എടുത്ത് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-14 മുതൽ. ഇണയില്ലാപ്പണ കൂടരുത്. പോരട്ടെ, താഴോട്ട് പോട്ടെ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ദൈവവും ജനവുമാകും എന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും എന്ന് കർത്താവ് അരുളിച്ചെയ്തു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്തു. ഓക്കെ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 17-ാം വാക്യാണ് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്നു. ഇത് പഴയ നിയമത്തിൽ ആലോചിച്ചാണ്. കർത്താവ് ഈ വേർപാടെന്നുള്ളതിൻ്റെ ആ ഉപദേശം പഴയ നിയമം മുതൽ പ്രത്യേകിച്ച്
പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവനെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാവും, ഇസ്രായേൽ മക്കളോട് പറയുന്നതാണ് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ട് ഇരിപ്പിൻ. ബിലെയാം അവരെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുമായിട്ട് ഇടകലരുന്നില്ല. അവരൊരു സെപ്പറേറ്റ് ആൾക്കാരാണ്. ഒരിക്കലും ഇവർ അവരുടെ ഒരുത്തൻ്റെ കൂടത്തില്ല. മനസ്സിലായോ? ആരെയും ആ നിലയിൽ ഉൾക്കൊള്ളാത്ത, സ്വീകരിക്കാത്ത, ഇതൊക്കെ ഒരു ഭയങ്കര മോശം സ്വഭാവമല്ലേ എന്ന് ഇന്നത്തെ പരിഷ്കൃത സമൂഹം ഒരു പക്ഷേ ചോദിക്കും. നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളണ്ടേ? അങ്ങനെയൊക്കെ ഉൾക്കൊണ്ടോ ആശയങ്ങളും, അല്ലെങ്കിൽ പിന്നെ അവരെ സ്നേഹിക്കാൻ, അതിനൊക്കെ നമുക്ക് സാധിക്കണം. പക്ഷേ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധി എന്നതിനോട് ബന്ധപ്പെട്ടാണ്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ 6-ാം അധ്യായം സംസാരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. ആ വിശുദ്ധ ജീവിതത്തിന് വേർപാടെന്ന് പറയുന്നത് ഒന്ന് കൂടിയേ തീരും. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വേർപാട് അടിസ്ഥാന ഉപദേശമായിട്ടിരിക്കുന്നത്. 3000-ഓളം പേർ ആരോട് ചേർന്നു? അവരും ആണ് സ്ട്രെങ്ത്. പക്ഷേ അവരത് പരിഗണിച്ചില്ല ഈ ചെറിയ കൂട്ടത്തിലേക്ക്. മനസ്സിലായോ? അവരുടെ ഇടയിലേക്ക്. എന്തുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് അവിടെ തന്നെ നിന്നോളാം എന്നൊരാൾ നമ്മളോട് പറയാൻ? അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം അതല്ല അനുശാസിക്കുന്നതെന്ന് നമ്മൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ നിന്നുകൊണ്ട് മിസ്രൈമിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. മനസ്സിലായോ? ഫറവോൻ പറയും അത് മതി, ഇവിടെ നിന്നാൽ മതി, അല്ലെ പുരുഷന്മാർ മാത്രം പോയാൽ മതി, എല്ലാവരെയും കൂടെ വലിച്ചു കിട്ടി ഇപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യം എന്നാ എന്നൊക്കെ ചോദിക്കും. പക്ഷേ വേർപാട് എന്ന് പറയുന്നത് അടിസ്ഥാന ഉപദേശമാണ്. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കും. എന്താണ് വേർപാട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതിൽ നിന്നൊക്കെയാണ് വേർപാട്? ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം തുടങ്ങുന്നതന്നെ ഇണയില്ലാപ്പിണ ചേരരുത്, വൈവാഹിക ജീവിതത്തോട് ബന്ധപ്പെട്ടാണ്. അതായത് ഒരു അവിശ്വാസിയെ നമ്മൾ കല്യാണം കഴിക്കുന്നതിൽ നിന്ന് വേർപെട്ടിരിക്കണം, യാതൊരു സംശയമില്ല. പോരാ, അത് മാത്രമാണോ? അല്ല. നീതിക്കും അധർമ്മത്തിനും എന്ത് തമ്മിൽ എന്ത് ചേർത്ത്? വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ? ഇരുളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വേർപെടണം. ഞാനിതെല്ലാം കമ്പിവാദത്തിൽ പറഞ്ഞു പോവുകയാണ്. പിന്നെ അവിശ്വാസിയുമായ എന്തോഹരി എന്ന് പറഞ്ഞാൽ അവരോട് യാതൊരു വിധത്തിലും മിണ്ടരുത്, അങ്ങനെയല്ല. അവരുടെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ നമ്മളിൽ നിന്ന് വേർപെട്ടത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളിൽ നിന്ന് നമ്മൾ വേർപെട്ടവരായിരിക്കണം വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിൽ. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടേക്കുന്നത്. ഇതൊക്കെ പണ്ട് ആരാണ്ട് വായിച്ചേച്ച് നമ്മുടെ ദൈവാലയം എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു വിഗ്രഹമെങ്കിലും വേണം, അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കാനാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പിന്നെ ന്യായശാസ്ത്രിയോട് കർത്താവ് ചോദിച്ചു, നീ പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീ എങ്ങനെയാണ് വായിക്കുന്നത്? ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുതിയിരിക്കുന്നത് പോലെ തന്നെ വായിക്കാനായിട്ട് ഇടയായിത്തീരണം. ഉപദേശം എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ, കർത്താവ് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. ഇവിടെ ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത എന്ന് പറഞ്ഞാൽ, എന്ത് യോഗ്യത എന്ന് പറഞ്ഞാൽ മിനിമം ഒരു കുരിശെങ്കിലും ഒരു പള്ളിയിൽ വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ഒരു യോഗ്യതയുമില്ല, അതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ പിന്നെ ദൈവത്തിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? യാതൊരു പൊരുത്തവും ഇല്ല. പിശാചിനും ദൈവത്തിനും ഒരു തരത്തിലുള്ള ഒരു പൊരുത്തവും പറയാനായിട്ടില്ല. അവർ തമ്മിൽ ശത്രുക്കളാണ്. പിന്നെ ആ നിലയിൽ പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് തടസ്സം വരുന്ന എന്തിൽ നിന്നും, അത് വിവാഹമാകട്ടെ, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിഗ്രഹങ്ങളോട് നമ്മൾ വേർപെടണം. വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ തിങ്സ് അല്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാളും സ്ഥാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കവർന്നെടുക്കുന്ന എന്തും വിഗ്രഹമാണ്. അതിൽ നിന്നെല്ലാം വേർപെടുവാനായിട്ട് ഇടയായിത്തീരണം. മാത്രമല്ല അശുദ്ധിയിൽ നിന്ന് വേർപെടണം. അതാണ് വിശുദ്ധിക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 17-ാം വാക്യം, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഇവിടെ നമ്മളെ ഓൾറെഡി പിതാവ് കൈക്കൊണ്ടു, മക്കളാക്കി തീർത്തു. യേശു കർത്താവിനെ നമ്മൾ കൈക്കൊണ്ടപ്പോൾ, അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞപ്പോൾ, ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ പിതാവ് എന്നുള്ള പദവി ദൈവം നമുക്ക് തന്നിരിക്കുക. വലിയ കാര്യമാണ്. അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവെ ഞാൻ വിശുദ്ധ ജീവിതത്തിനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കും, ഞാൻ ആ വേർപാട് എൻ്റെ ജീവിതത്തിൽ ആചരിക്കും എന്ന് തീരുമാനമെടുക്കുന്നവരായിരിക്കണം. വേർപാട് 3-ാമത്തെ അടിസ്ഥാന ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വേർപാടെന്ന് പറയുന്നതിന് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ വേർപാടെന്നൊന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ബാഹ്യമായിട്ട് കാണുന്ന കുറേ കാര്യങ്ങളിൽ നമ്മൾ വേർപെടണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർ പൊതുവെ ആഭരണം ഉപയോഗിക്കാറില്ല. അതുപോലെ ഇപ്പോഴല്ല, പണ്ട് കാലത്ത് അലങ്കാരങ്ങൾ പൊതുവെ ഇല്ലായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്
ഈ കല്യാണത്തിനൊക്കെ അന്നത്തെ കാലത്ത് പേപ്പർ കൊണ്ട് ഉള്ള തോരണങ്ങൾ കൂട്ടിക്കുമായിരുന്നു. അത് ഉപയോഗിച്ചതിന്, അതായത് ഒരു ആളുടെ വീട്ടിലെ കല്യാണത്തിന് തോരണം ഒട്ടിച്ചതിന് പിന്നെ നമ്മുടെ ഒരു സുവിശേഷകൻ ആ വീട്ടിൽ ചെന്നിട്ട് കല്യാണത്തിന് കയറാതെ തിരിച്ചു പോയി കളഞ്ഞു. എന്നിട്ട് അവരാ ഒരെണ്ണാഴ്ച മാറ്റിയ ശേഷമാണ് അദ്ദേഹം വന്ന് ആ കല്യാണത്തിൽ പങ്കെടുക്കാനായി തീർന്നത്. ഞാൻ പറഞ്ഞത് അതാണ് ചിന്തിക്കേണ്ടതായ വിഷയം. അപ്പൊ ചിന്തിക്കേണ്ടതായ വിഷയം ഞാൻ പറഞ്ഞ ബാഹ്യമായ ഇങ്ങനത്തെ കാര്യങ്ങളിൽ, അതുപോലെ പിന്നെ വെള്ളവസ്ത്രം മാത്രമേ ധരിക്കാറുണ്ടായിരുന്നുള്ളൂ. കളറുള്ള എന്ന് വെച്ചാൽ മറ്റു കളറുള്ള വസ്ത്രങ്ങൾ പൊതുവെ ഉപയോഗിക്കാറില്ലായിരുന്നു. പിന്നെ അതുപോലെ ആഡംബരം എന്ന് പറയുന്ന വിഷയം വരുന്ന ഒരു സംഗതിയും ഉപയോഗിക്കാറില്ലായിരുന്നു. ഇത് ഇങ്ങനെ പുറമേ ഉള്ളത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് ആ നിലയിൽ മാറ്റുന്നത്. പക്ഷേ ഇതിനേക്കാളും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഹൃദയത്തിൻ്റെ നിലയുമായി ബന്ധപ്പെട്ട് വേർപാട് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും ഈ പുറത്തെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിനെ അങ്ങോട്ട് നള്ളിഫൈ ചെയ്ത് കളയും. ഇതിന് യാതൊരു പ്രാധാന്യം കിട്ടത്തില്ല. നമ്മൾ അശുദ്ധിയിൽ നിന്ന് വേർപെടാതെ നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ചിന്തകൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇത് പാലിക്കാതെ ഈ പുറമേ ഉള്ള കാര്യങ്ങളിൽ വേർപെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ ആലോചിക്കുക, ഞാൻ മുമ്പ് പറഞ്ഞാലേ ഈ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു നിലയിലുള്ള അച്ചടക്കവും പാലിക്കാതെ, പ്രത്യേകിച്ച് അതിനൊക്കെ ഓരോരുത്തർ കണ്ടുപിടിക്കുന്ന ലോജിക്ക്, ഞാനൊരു അവിശ്വാസിയെ പോയി കല്യാണം കഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി അവരും നമ്മുടെ കൂട്ടത്തിൽ വരും, വന്ന് പ്രാർത്ഥനയും പാട്ടും ഒക്കെ കേട്ട് അവസാനം ഒരു താല്പര്യം തോന്നി, അവസാനം ആരെങ്കിലുമൊക്കെ സുവിശേഷം പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് രക്ഷിക്കപ്പെടാനിടയായിരുന്നു. കർത്താവിൻ്റെ സഭയിലേക്ക് ഒരാളൂടെ വന്നില്ലേ? ഇത് നേരിട്ട് ചോദിച്ചിട്ട് കേട്ടിട്ടുള്ള ഒരാളാണ്, നേരിട്ട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പുറമേ ഉള്ള ഒരു കാര്യം, ചില കാര്യങ്ങളിൽ നമ്മൾ വേർപാട് ആചരിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനത്തെ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇമാതിരി പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു നമ്മൾ അടിസ്ഥാനമുള്ളവരായിരിക്കണം. ഉപദേശത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സോ ഇമ്പോർട്ടൻറ്റ്. വിശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ വേർപെട്ടിരിക്കണം. ഇരുട്ടിൽ നിന്ന് വേർപെടുക. ഞാൻ പറയട്ടെ, എന്താണ് ഇരുട്ട്? യോഹന്നാന്റെ ലേഖനം, ഞാൻ ആ പേര് മാത്രം പറഞ്ഞു വിടുകയാണ്. സഹോദരനെ സ്നേഹിക്കാത്തവനൊക്കെ എവിടെയാണ്? ഇരുളിൽ വസിക്കുകയാണ്. ഇരുട്ടിൽ നമ്മൾ ഹൃദയംഗമായി സ്നേഹിക്കുന്നില്ല എങ്കിൽ വേർപാട് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുന്നില്ല. നമ്മൾ ഇരുട്ടിൽ നിന്ന് വേർപെട്ടിട്ടില്ല, ഇപ്പോഴും അന്ധകാരത്തില്ല. രാവിലെ ഞായറാഴ്ച വന്നിരുന്നിട്ട് അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിച്ച കർത്താവേ എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞു. അത് സത്യമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേർപാടെന്ന് പറയുന്നത് നടന്നിട്ടില്ല. ഇരുട്ടിന്റെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ബാഹ്യമായ കാര്യങ്ങളിൽ വേർപാട് കാണിക്കുന്നതോട് മാത്രം അതാണ് വേർപാടെന്ന് തെറ്റിദ്ധരിക്കരുത്. വേർപാടെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തും അതിൽ നിന്ന് വേർപെടും. കർത്താവ് നമ്മളെ സഹായിക്കേണ്ട സമയം നല്ല സമയം കഴിഞ്ഞു പോയി. അപ്പം 3 കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. 4-മത്തേത് ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞാൽ ഉപദേശം കേട്ടാൽ പോരാ, പഠിക്കണം. എവിടെയാണ് ഉപദേശം ഇരിക്കുന്നത്? ദൈവവചനം, ഉപദേശ പുസ്തകങ്ങളിൽ. എപ്പിസോഡ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ ലേഖനങ്ങൾ വായിക്കുക. സഭയുടെ ഈ നാൾ വഴികൾ അല്ലെങ്കിൽ ചരിത്രം അത് പഠിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്ന എവിടുന്നാണ്? അപ്പോസ്തല പ്രവൃത്തികളിൽ. അത് കഴിഞ്ഞ് റോമാലേഖനം മുതൽ അങ്ങോട്ട് യൂദയുടെ വെളിപ്പാട് പുസ്തകം വരെ ലേഖനങ്ങളിലൂടെ നമുക്ക് ഉപദേശങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി തന്നിരിക്കുകയാണ്. ഈ ഉപദേശം ഞാൻ തിമോഥെയോസ് ലേഖനത്തിന് മുമ്പേ വായിച്ച് കേൾപ്പിച്ച ആ ഒരു പ്രയോഗം മറക്കരുത്. വായന, പ്രബോധനം, പിന്നെ ഉപദേശം എന്നിവ മറക്കരുത്. അല്ലെങ്കിൽ അതിൽ തുടരണം, അതിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ്. ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർക്ക് ഈ ഉപദേശ വിഷയങ്ങൾ പഠിക്കേണ്ടതാണ്, അത് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നുള്ള തോന്നലുണ്ട്? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവവചനം ശരിയായി പഠിക്കുവാനായിട്ട്, ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരണം. ബൈബിൾ ക്ലാസ് വെച്ചാൽ നമുക്ക് വരാനായിട്ട് പലപ്പോഴും സാധിക്കത്തില്ല. നമ്മൾ എങ്ങനെയും ഞായറാഴ്ച വരും, ഞായറാഴ്ച തീർച്ചയായിട്ടും വരും. കാരണം ആരാധനയ്ക്കായിട്ട് അല്ലെങ്കിൽ സഭയാ ഈ കൂടി വരുന്നതാണല്ലോ. അപ്പം ഞായറാഴ്ച ഒന്ന് വന്ന് ആ ഒരു അറ്റൻഡൻസ് വെച്ചില്ലേ ഒരു കുറ്റബോധം പോയി. പക്ഷെ ഞാൻ പറഞ്ഞ ആ കുറ്റബോധം അല്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓരോ കൂടിവരവിലും നമുക്ക് തോന്നണം, വന്നില്ലെങ്കിൽ പങ്കെടുത്തില്ലെങ്കിൽ. കാരണം അവിടെ എല്ലാം ദൈവവചനത്തിൻ്റെ കേൾവിയാണ്. നമ്മൾ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നാലും അറ്റ്ലീസ്റ്റ് ദൈവവചനം വായിക്കുകയും അതിനെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. ഇതെല്ലാം ശരിക്കും ഉപദേശങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള അവസരമാണ്. അതാണ് ഉപദേശം എന്ന് പറയുന്നത്. ആഴത്തിൽ കുഴിക്കണം.
ഇതിൻ്റെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ട് അവിടുന്ന് ഇവിടുന്ന് കുറേ കാര്യങ്ങൾ കേട്ട് തെറ്റിപ്പോവും. ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ വാക്യം പെട്ടെന്ന് എടുത്ത് വായിച്ചിട്ട് വിഗ്രഹങ്ങൾക്ക്, ദൈവാലയത്തിൻ്റെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത എന്നൊരുത്തം വായിച്ചു കഴിഞ്ഞാൽ അവനെ കുറ്റം പറയാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ആ ഒരു വാക്യം അല്ലാതെ നിങ്ങൾ വിഗ്രഹം പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റ് വേദഭാഗങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ പഠിക്കുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഈ എഴുതിയിരിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അതായത് ഒരു കാരണവശാലും അത് യോജിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം സ്ഥിരമായി ബൈബിള് പഠിക്കുവാനായിട്ട് ക്രിസോസ്റ്റം തിരുമേനി എന്ന് പറയുന്ന മനുഷ്യൻ മർത്തമാ സഭയുടെ തിരുമേനിയാണ്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ് നിങ്ങൾ ആരും ബൈബിള് വായിക്കരുത്. ഇത് കേട്ടിട്ടുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹം പറഞ്ഞു ബൈബിള് വായിക്കാനുള്ള പുസ്തകമല്ല, പിന്നെ എന്തിനാണ് ധ്യാനിക്കുവാനും പഠിക്കാനായിട്ടുള്ള പുസ്തകമാണ്. വളരെ ശരിയായ ഒരു കാര്യമാണ്. ബൈബിൾ ധ്യാനിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട്, ഉപദേശങ്ങൾ മനസ്സിലാക്കേണ്ട ഇടയായിത്തീരണം. നമുക്കറിയാം വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ചിട്ട് അതിന് വാഞ്ചിച്ച് അങ്ങനെ കുടിച്ച് വളരണമെന്നാണ് പത്രോസ് പറയുന്നത്. ഭക്ഷണം ഇല്ലാതെ എത്ര ദിവസം നമുക്ക് നിൽക്കാൻ പറ്റും? ശരീരത്തെ സംബന്ധിച്ച് പറയുക, എത്ര നാൾ നിൽക്കാൻ പറ്റും? ചില മണിക്കൂറുകൾ, അല്ലെ പോയാൽ ചില ദിവസങ്ങൾ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ആത്മീയ മനുഷ്യൻ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്നോട് ഉത്തരം പറയണ്ട, അവരവര് ആനന്ദിക്കുക. ആത്മാർത്ഥമായിട്ട് നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുക, എത്ര നാളായിട്ട് ഈ മനുഷ്യൻ പട്ടിണി കിടക്കുകയാണ്? വേണ്ട വിധത്തിൽ പോഷണം ലഭിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഉപദേശം കേൾക്കുവാനായിട്ട്, അത് പഠിക്കുവാനായിട്ട്, അത് ആചരിക്കുവാനായിട്ട്, തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ പോലെ ഉപദേശത്തെ സൂക്ഷിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാലാമത്തെ കാര്യം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, അല്ലെങ്കിൽ ഉപദേശത്തിൽ പഠിക്കുകയും നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. 1 രക്ഷ, 2 സ്നാനം, 3 വേർപാട്. മറക്കരുത്. 4 അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കുക, അല്ലെങ്കിൽ പുതിയ നിയമ ഉപദേശം പഠിക്കുക എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം കൂട്ടായ്മ. കൂട്ടായ്മയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അല്ലേ? പക്ഷെ ഒന്നും അറിയത്തില്ലെങ്കിലും സഭാപ്രസംഗി 4-ാം അധ്യായം എടുക്കുക, വായിക്കുക. ആ ഭാഗം മാത്രം ഒന്ന് വായിച്ചിട്ട് മുമ്പോടുക. സഭാപ്രസംഗി 4-ാം അധ്യായം. ഫെലോഷിപ്പ് എന്നാണ് ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് പദം. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? കൂട്ടായ്മ. അതെ, അതെന്താണെന്നറിയാമോ? 4-ന്റെ 9 മുതൽ. അല്ല, അതല്ല, ഒരുവരേക്കാൾ. ആ ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഇല്ലായ്മ കൊണ്ട് അവൻ അയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ച് വീണാൽ അവർക്ക് കുളിർമാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർമാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. മുക്കിന് ചെറുടെ വേഗത്തിൽ എത്തിപ്പോവുകയില്ല. മതി. ഈ വാക്യം നമ്മൾ സാധാരണ വായിക്കുന്നത് കല്യാണത്തിനാണ്. അപ്പം നമ്മുടെ വിചാരം ഇത് കല്യാണം കഴിക്കുന്ന ആൾക്കാരോട് പറയേണ്ട ഒരു വാക്കാണ് എന്നാണ്. മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോയില്ല. ഒരു കുഴപ്പമില്ല അവരോട് പറഞ്ഞാൽ. അവർ 2 പേരും പിന്നെ ദൈവവും കൂടെ കൂടി ചേരുന്ന ആ മുപ്പിരിച്ചരുടെ ഒരു അറ്റുപോകത്തില്ല, അത് സംശയമില്ല. പക്ഷെ ഈ കോണ്ടെക്സ്റ്റ് പറയുന്നത് ശരിക്കും എന്താണെന്ന്, കൂട്ടായ്മ എന്നുള്ളതിന് വേദോസം നൽകുന്ന ഏറ്റവും നല്ല നിർവചനമാണ്. എന്താണ് കൂട്ടായ്മ? വേഗം പറയാം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചുള്ള അവസ്ഥയാണ്. ആ ഇട്ടായില്ലേ, അതിന് നല്ല ശക്തി വേണം. ഇന്ന് പറ്റുന്നതിനാണെന്നറിയോ, ഈ ശക്തി അങ്ങ് പോകും. ഒന്നാമത് ഇന്ന് പിള്ളേർക്ക് പലർക്കും മലയാളത്തിലെ ഉച്ചാരണം വളരെ മോശമാണ്. അതുകൊണ്ട് പലരും പറയുന്നത് കൂടായ്മ. സത്യത്തിൽ ഇത് അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൂട്ടായ്മയില്ല, പിന്നെ എന്താണ് കൂടായ്മ എന്ന് പറഞ്ഞാൽ? കൂടാൻ പറ്റാത്ത അവസ്ഥ. കാരണം എന്നാ? ഗ്രൂപ്പിസം, പിണക്കം, പക, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് കൂടായ്മയായിട്ട് മാറും. അതല്ല വേണ്ടത്, പിന്നെ എന്താണ്? കൂട്ടായ്മ. ഇട്ടാ തന്നെ വേണം. എന്താണ് കൂട്ടായ്മ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരുവനേക്കാൾ 20 എന്നുള്ളത്. മിനിമം 2 പേരുടെ നമുക്ക് കൂട്ടായ്മയാകും. ഓക്കെ. അപ്പോൾ പിന്നെ അവർക്ക് തങ്ങളുടെ പ്രയത്നത്തിൽ നല്ല പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ, ഒരാൾ അധ്വാനിക്കുകയാണ്. ആ അധ്വാനിക്കുമ്പോൾ 2 പേർ ഒന്നിച്ച് ചേർന്നിട്ട് ഒരേ ആംഗിളിൽ അല്ലെ ഒരേ ഡയറക്ഷനിൽ ചെയ്യുകയാണെങ്കിൽ അതിന് അവർ ഇൻഡിവിജ്വലായിട്ട് 2 പേര് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫലം കിട്ടാനായിട്ട് ഇടയാത്തിരും. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, അല്ലെ ഫിസിക്സ് ആണ്. അത് തന്നെ ദൈവവചനം പറയാണ്, അവരുടെ പ്രയത്നത്തിന് ഇരട്ടി ഫലം കിട്ടും. 2 പേരോ ഇപ്പം എനിക്ക് തോന്നുന്ന ശക്തി അളക്കുന്ന യൂണിറ്റ് ആണ് ഫോഴ്സ്, ന്യൂട്ടൺ. അപ്പോൾ എത്രയോ ന്യൂട്ടൺ ഹോഴ്സ് പവർ നമ്മൾ വെളിപ്പെടുത്തുന്നു. അതിനെ ഒന്നിച്ച് പ്രയോജനപ്പെടുത്തിയാൽ
അവർ ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നതിനേക്കാൾ ഒരുപാട് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ സയൻസ് ആണ്, അത് വിട്ടേക്കുക. ദൈവവചനം പറയുന്നു അവരുടെ പ്രയത്നങ്ങൾക്ക് നല്ല പ്രതിഫലം കിട്ടുന്നു. ഇനി ഇത് ഏറ്റവും ശ്രദ്ധേയമാകുന്ന എപ്പോഴാണ് ഒരുത്തം വീണെന്ന് വിചാരിക്കുക, തന്നെയാണെങ്കിൽ അവിടെ കിടക്കുകയുള്ളൂ അല്ലേ. മറ്റവനെ കൂട്ടത്തിലുണ്ടെങ്കിൽ അയാളെ എഴുന്നേൽപ്പിക്കാനായിട്ട് സാധിക്കും. ഏകാഗി വീണാലും അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല, അവൻ അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർമാറും എന്ന് പറഞ്ഞാൽ അവരുടെ ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകും. രണ്ടുപേർക്ക് ഒരുത്തനായ മറ്റൊരുത്തനെ ആക്രമിച്ചാൽ മറ്റവനോട് എതിർത്ത് നിൽക്കാം. ഇവിടെ അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരാക്രമണം ഉണ്ടായ, അപ്പം നമുക്കിവിടെ ആക്രമണമൊന്നും ഇല്ലല്ലോ, പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഉണ്ട് കേട്ടോ, നമുക്കിപ്പം വലിയ ആ നിലയിലുള്ള ഫിസിക്കലായിട്ടുള്ള വലിയ ആക്രമണങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ഏറ്റവും വലിയ ആക്രമണം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എന്താണ്? പിശാച് ആരെ വിഴുങ്ങേണ്ടുന്നത് തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ആക്രമണത്തെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കൂട്ടായ്മയുടെ പ്രാധാന്യം വളരെയധികം കുറഞ്ഞു പോവുകയാണ്. കൂടിവരവുകൾ, കൂട്ടായ്മകൾ, അവിടെ ആ ഫെലോഷിപ്പ് ഉണ്ടാകണം. കൂട്ടായ്മകൾ കൂടായ്മയല്ല, മറിച്ച് ആ കൂട്ടായ്മയായിട്ട് ഫെലോഷിപ്പായിട്ട് മാറി അതിലൂടെ ആത്മീയ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരണം. കർത്താവ് നമ്മളെ സഹായിക്കേണ്ട. സമയം തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. കൂട്ടായ്മയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അവിടെ ഒന്നിച്ച് ദൈവവചനം വായിക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട്, ഒന്നിച്ച് സന്തോഷിക്കുവാനായിട്ട്, അവിടെ ഇതിന് ഒരുപാട് ആശയങ്ങളുണ്ട്. ഒന്നിച്ച് സമയം ചെലവഴിക്കുവാനായിട്ട്. കാരണം ഈ പറയുന്ന രക്ഷിക്കപ്പെട്ടവരെല്ലാവരും എങ്ങനെയുള്ളവരാണ്? ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇവർക്ക് തമ്മിലൊരു അലൈൻമെൻ്റ് ഇല്ലെങ്കിൽ, അതായത് കൈക്കും കാലിനും അല്ലെ കണ്ണിനും ചെവിക്കും ഒക്കെ തമ്മിൽ അലൈൻമെൻ്റ് ഇല്ലയെന്ന് വിചാരിക്കുക, ഒരു ഏകീഭാവം അല്ലെങ്കിൽ ഒരു യോജിപ്പില്ലെന്ന് വിചാരിക്കുക. ശരീരം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എല്ലാം ചേർന്നാണ്. എങ്ങനെയായിരിക്കും ഈ യോജിപ്പില്ലെങ്കിൽ? ശരീരം എന്ന് പറയുന്നത് ശരിക്കും നമ്മളായിട്ട് പറയാൻ പറ്റത്തില്ല. കൈക്ക് തോന്നിയ പോലെ ചെയ്യുന്നു, കാലിന് പോകുന്ന പോലെ പോകുന്നു. ആ നിലയിലുള്ളൊരു അനുഭവമായിരിക്കും. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. ശരീരം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു യൂണിറ്റായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് വരണമെങ്കിൽ ഈ ഫെലോഷിപ്പ്, ഈ കൂട്ടായ്മ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റാണ്, ഒരു ശരീരമാണ്, അതിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ തമ്മിൽ ഈ കൂട്ടായ്മ ഉണ്ടാകണം. യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് ഞാൻ വാക്യങ്ങൾ റെഫറൻസ് എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാൻ പറ്റിയില്ല. പിതാവായ ദൈവത്തോടും പുത്രനോടുമാണ് നമുക്ക് കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മ അവനോടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടും കൂട്ടായ്മ വേണം? അവനിൽ നിന്ന് ജനിച്ച മറ്റ് മക്കളോടും ആ കൂട്ടായ്മ വേണം. യോഹന്നാൻ്റെ ലേഖനം ഒന്നാം ലേഖനം 1-ാം അധ്യായം വായിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനിയും മുന്നോട്ട് പോയാൽ കൂട്ടായ്മയോടൊപ്പം നമുക്ക് അപ്പം നുറുക്കലും പ്രാർത്ഥനയും, അങ്ങനെ 7 കാര്യങ്ങളാണുള്ളത്. കർത്താവ് അനുവദിച്ച മറ്റൊരു അവസരത്തിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഉപദേശത്തിൽ നിലനിൽക്കുവാനായിട്ട്, അതിൽ അടിസ്ഥാനപ്പെട്ടവരായിട്ട്, പ്രതിസന്ധികളുടെ കോളിൽ താഴെ പോവാതെ അല്ലെങ്കിൽ അലച്ചു വീഴാതെ നിൽക്കുവാൻ ബലപ്പെടേണ്ടതിന് തിമോഥെയോസിനോട് പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. നിന്നെ തന്നെ സൂക്ഷിക്കണം, ഒപ്പം ഉപദേശത്തെയും സൂക്ഷിക്കണം. അത് നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. യേശുവോടു ചേർന്നിരിപ്പാൻ